തന്നെ പറ. നിങ്ങൾ ഇങ്ങനെ ഒരു മണിയടിയനായി പിന്നെ ചെറുക്കൻ എങ്ങനെ രക്ഷപ്പെടും? മോനെ നീ ഇവിടെ ഇരുന്ന് ലൈവ് കണ്ടാൽ മതി. ഇങ്ങനെ വന്ന് വിളിക്കുമ്പോൾ നീ പോവരുത്. ഞാൻ ഇപ്പോഴേ പറയുക, ഇങ്ങനെ ഒരു പേട്ട് തന്തയാണ് നിനക്ക് കിട്ടിയത്, മനസ്സിലായ? ശരിയായ പിടിയൻ. എടാ സിംഗേഴ്സ് ട്രോൾ ആണ്, റിമൂവ് ആക്കും ഒന്ന് കാണണം. സിംഗേഴ്സോങ്ങിൽ ട്രോൾ ആണ്. നവനീത് കൃഷ്ണ ബ്രോ അതില്ല റിമൂവ് ആക്കത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൈലന്റ് ആർട്സ് ഓരോ മുടിയുടെ ഡീറ്റെയിലും കേക്ക്. കൊള്ളാം. This chick was like, oh, ew, guy played 4 hours of video game. F you, okay? I played for 3 hours of video game, and then I lost a game, and I had to defend my honor, so I had to keep playing for another 2 more hours, okay? When you're on a losing streak, you gotta keep playing, okay? When a little boy call you a noob, you destroy that little boy, okay? 1v1 me, bro. 1v1 me in 2K, 1v1 me in League of Legends, 1v1 me in Valorant, I will destroy you, okay? ഗെയിം കളിക്കുന്നവർക്ക് അതൊരു ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡാണല്ലേ ഇത്. വീഡിയോ ഇട്ടിട്ട് പഴയ മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. അമ്മു 40 rupees. അണ്ണ യു ലുക്ക് സോ ക്യൂട്ട്. താങ്ക് യു അമ്മു. നമ്മളെ അണ്ണാന്ന് വിളിച്ചത്. അണ്ണൻ മാരീഡാന്ന് അറിയാലോ. മാരീഡ് ആയിട്ട് എന്തോ ഉള്ളവരെന്തോ ക്യൂട്ടായ പ്രശ്നം പറ്റൂലേ? അതൊരു കോംപ്ലിമെന്റ് അല്ല, അല്ലാതെ മറ്റേ പ്രേമാന്നൊന്നും പറഞ്ഞായിരിക്കും വിളിച്ചേ. ചോദിച്ചേ ഈഗിൾ പ്രതി ഞാൻ വരച്ചാണ് എഡിറ്റ് ചെയ്തതാണ്. എന്റെ അമ്മോ, എടാ എന്ത് സാധനം അത്? ക്യാപ്കട്ടിലാ ചെയ്തേക്കുന്നേ. കൊള്ളാം കേട്ടാ. പൊളിയല്ലേ ലോകം മൊത്തം കണ്ട. നൈസറാ. എനിക്ക് മരതം കൂടെ ഒന്ന് വരച്ച കേട്ടാ. സ്റ്റാർലൈറ്റ് ഗെയിമിംഗ് താങ്ക് യു 20 rupees. എടാ ഹേമന്തിനോട് അത് ഫോട്ടോ ഒന്ന് എടുത്തിട്ട് വന്നേ. നിഞ്ചല്ലേ നിഞ്ച നിഞ്ചയൊന്നും അല്ല. അല്ലല്ല, എനിക്ക് നിഞ്ചയായിട്ട് തോന്നി പെട്ടെന്ന്. നിന്റെ കൂടെ പഠിച്ചതുപോലാണല്ലോ നീ പറയുന്നത്. ഇത് നിഞ്ച പെട്ടെന്ന് സൈഡിൽ നിഞ്ചയായിട്ട് തോന്നും. എന്റെ അടുത്ത മാസം തൊട്ടുള്ള അവസ്ഥ ഇതാണ് കേട്ടാ. ഞാനിങ്ങനെ സ്നഗ്ഗി നിക്കറും ഒക്കെ ആയിട്ട് നടക്കും. രഘുലാണെന്ന് പീസ അടിച്ചിങ്ങനെ പോണാണോ? രഘുലാണെന്ന് പീസ ഇങ്ങനെ പോകും. ഓ ചേച്ചി പിന്നെ അല്ല ചേച്ചി അവിടെ അവ കരഞ്ഞു കേട്ടാ. ഗെയിമിംഗ് റൂം നിറക്കി ഞാൻ കളിപ്പാട്ടം മേടിച്ചു. എന്റെ ഒരു മെയിൻ ഇതെന്തോന്ന് അറിയാവോടാ, എന്നെ ഇപ്പൊ ഹോട്ട് വീൽസ് മറ്റേ സാധനം ഒന്നും മേടിക്കുക ഇവിടെ ആരും സമ്മതിക്കത്തില്ല. കൊച്ചിന്റെ പേരിൽ മൊത്തം കളിപ്പാട്ടം ഞാൻ ഈ വീട്ടിൽ നിറയ്ക്കും. നീ നോക്കിക്കോ, അത്രേ ഉള്ളൂ. കൊച്ചിന്റെ അതെ കൊച്ചിന്റെ പേരിൽ ഞാൻ കളിപ്പാട്ടം ഏതൊക്കെ മേടിക്കും അതെല്ലാം മേടിക്കും. ആരെങ്കിലും കുഞ്ഞിനാ അണ്ണ ഇതുവരെ സെറ്റ് ചെയ്യാത്തൊരു കളക്ഷൻ RC കളക്ഷൻ, അത് സെറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ നിങ്ങളെ വേറെ ആരോട് കാണിച്ചു തരാം. നമ്മുടെ ഹേമന്ത് ബ്രോയുടെ ഗിഫ്റ്റ് ആണ് ഇത്. കണ്ട ബെസ്റ്റ് പെയിന്റിങ് എവർ. ഞങ്ങളുടെ രണ്ടുപേരുടെ പെൻസിൽ സ്കെച്ച് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇത് പെൻസിലിൽ വരച്ചതാണിത്. ആ ഡ്രസ് ഉണ്ട്, അതൊക്കെ കണ്ടോളിയാ. സാരിയുടെ ഒക്കെ ഡീറ്റെയിലിംഗ് ഉണ്ടോ? ഡ്രസ്സിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ടോ? ഹേമന്ത് അന്ന് മറ്റേ ഗ്ലേസിംഗ് ബ്ലാക്ക് ഷർട്ട് അല്ലേ ഇട്ടത്? അതെ ബ്ലാക്ക് അല്ല അത് അതിന്റെ ഒരു ഇത് തന്നെ ഉണ്ട് കേട്ടാ. കണ്ട
ഹേമന്ത് ബ്രോ താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. എനിക്ക് ഇത്രയും നല്ലൊരു എന്റെ കുറെ വണ്ടർഫുൾ മെമ്മറീസ് ഈ ഒരു പിക്ചറിലുണ്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. നല്ല വലുപ്പമുണ്ട്, നല്ല വലുപ്പമുണ്ട്. ഇത്ര ഉണ്ട്, ഇത് കണ്ട. എടാ അത് വെച്ചേടാ. താങ്ക് യു സോ മച്ച് ഹേമന്ത് ബ്രോ, മീൻസ് എ ലോട്ട്. എനിക്ക് ഇത്രയും നല്ലൊരു, അത് എൻ്റെ ഫേവറേറ്റ് പിക്ചേഴ്സ് എല്ലാം പുള്ളി തന്നെ വരച്ചിട്ടുള്ളത്. ഹേമന്ത് ബ്രോ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ചെയ്യണത്. പെയിന്റിംഗ് ആണ് അത് പെയിന്റിംഗ് ആണ് ബ്രോ. അത് നമ്മുടെ ഹേമന്ത് ബ്രോ വരച്ചതാണ്. വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി ഹേമന്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്ത് പറഞ്ഞാൽ മതി. കിങ് എക്സ് ലോക്കി, എൻ്റെ കൂട്ടുകാരി അണ്ണൻ്റെ വലിയ ഫാനാണ്. ഒന്ന് സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് ഒന്ന് ചോദിക്കാവോ? പേര് അഞ്ജന. അഞ്ജന സുഖമാണോ? നന്നായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അഞ്ചു ഓക്കെ അല്ലേ? പ്രശ്നം അഞ്ചു അല്ലടാ അഞ്ചാൻ അച്ഛനാ എന്താ നീ ഓക്കെ സുഖല്ലേ? പ്രശ്നമേ ഇതിൽ കൂടുതൽ അത് ഷോർട്ട് ചെയ്യാൻ പറ്റൂലേ? പറ്റില്ല, ഇതിൽ കൂടുതൽ ഷൗട്ട് ഔട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ലോക്കി കുടുംബ പ്രശ്നമാവും അത്. ബിഗ് ഷൗട്ട് ബാക്ക് ടു ക്ലബ് 1994 E36 30-year-old video trying to touching the floor. എന്റെ ഡ്രീം വണ്ടിയാണ് ഇത് E36. നിന്റെ ഡ്രീം വണ്ടിയല്ലേ? എന്നിട്ട് ബാറായ ബാർ കേറി ഇറങ്ങി നിരങ്ങി നടക്കുന്ന നീ ഡ്രീം വണ്ടി എങ്ങനെ എടുക്കും? അതാണ് ഒരു ചോദ്യം. എടുക്കണ്ടോ? ലൈവ് ഇടാൻ വരുമ്പോ ഇവനെ തൂറി എറിഞ്ഞു കൊടുക്കണം. ഇവന് കേട്ടോ, ഇവന്റെ ലൈവിൽ വരുമ്പോ ഇവൻ കളിപ്പാട്ടോ. അതെന്തേറത്? എടാ പഴയ വണ്ടികളുടെ ഒക്കെ എന്ത് രസമെന്നറിയോ? ഈ പുതിയ BMW എല്ലാം ഫേസ് ഭയങ്കര ഇതാക്കി കളഞ്ഞു. എനിക്ക് പഴയ BMW ഫേസ് ആണ്. ഞാൻ അത് വണ്ടി എടുത്തപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്യാത്തതിന്റെയും കാര്യം അതാണ്. പഴയ BMW മുഖത്തെ ആ അഗ്രഷൻ ഉണ്ടല്ലോ, അത് പുതിയ വണ്ടികൾക്ക് ഇപ്പോഴത്തെ വണ്ടി പാവം വണ്ടി, മുഖം കാണുമ്പോഴേ ആ അഗ്രഷൻ ഫേസ് ഇപ്പോഴത്തെ വണ്ടികൾക്കില്ല. ഞാൻ അന്ന് എടുത്തപ്പോഴും നിങ്ങളോട് പറഞ്ഞ എനിക്ക് ആ ഫേസ് ആണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഫേസ് ലിഫ്റ്റ് ചെയ്യാത്തത്. എനിക്ക് അതാണ് കുറച്ചുകൂടി ഇഷ്ടം. റേജ് ആയോ? Their lives have meaning because we, the living, refuse to forget them. And as we ride to certain death, we trust the forces to do the same for us. Spoiler എന്ന് പറയാൻ ഇത് എന്താണെന്നറിയാം ഞാൻ എങ്ങനെയാണ്. My soldiers do not yield when faced with the cruelty of this world. My soldiers push forward. My soldiers scream out. My soldiers run. എന്റെ അമ്മോ, ഇത് എന്താന്ന് പോലും അറിഞ്ഞൂടാ. ആ പോളി സാധനം വീഡിയോ എന്താന്ന് പോലും മനസ്സിലാവണില്ല. സത്യം ആണ്. RDR കുറിച്ച് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ? അയ്യോ RDR കുറിച്ച് ഓൾറെഡി അജ്മൽ പൂർവ്വം ഞാൻ പറഞ്ഞതാണ്. അത് വീണ്ടും പറഞ്ഞു എനിക്ക് തെറി മേടിച്ച് തരല്ലേ. വാസുണ്ണനെ വിളിച്ചത് നോക്ക്. നമ്മള് ബാക്കി നിൽക്കും, ഫ്രണ്ടിൽ നിങ്ങൾ വേണം നിൽക്കാൻ. കാരണം ഡാരിക്ക് എന്നെയാണെങ്കിൽ നന്നായിട്ട് അറിയാം, മനസ്സിലായി. ഒരു കാര്യോടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയണം, ഈ ഹെയ്ലിയും മാഡവും പുള്ളിയും തമ്മിൽ എന്തെങ്കിലും അവിഹിത ബന്ധം ഉണ്ടോ? അല്ല, മള്ളിക്ക് ആരുമായിട്ട് അവിഹിതം ഇല്ല, പക്ഷെ ഇഷ്ടമുണ്ട് എല്ലാരുമായിട്ട്. അതെ അതെ, അണ്ണനൊരു കാമനായിട്ടാണ് എല്ലായിടത്തും ചിത്രീകരിച്ചത്. ഞാൻ അവന് സെറ്റ് ആവരുന്നത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. നീ ഉൾട്ടായി. ഒരു കണ്ണന് കാമൻ അറിയപ്പെടുന്നത്. നീ ബാബു ഒക്കെ ഒരു പെണ്ണിനെ കൊണ്ട് സിറ്റിയിൽ നടക്കാന്ന് പറഞ്ഞ എടാ, ഇപ്പം പാൽപ്പായസം ആണെങ്കിലും നായ നക്കിയ പോയില്ലേ? അങ്ങനെ ഒരു ഗതി ആ കൊച്ചിന് വരുത്തരുതെന്ന് വിചാരിച്ചാണ് ഞാൻ അതിനടുത്ത്.
പ്രേമൊന്നും പറഞ്ഞില്ല, പ്രേമം പറഞ്ഞില്ല. ഇല്ല. ആണാ? അമ്മടെ കള്ള കാവറക്കി. കാവറക്കിന്നോ? ശരക്കണ്ണ കമന്റില്ലേ ഹായ് കാമോന്ന്. ഹായ് കാമോ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലെന്നാ. എടാ, ഈ സരക്കൊരു വിഷമാടാ. ഇവ എന്റെ കൂടെ വന്ന് എന്റെ കൂടെ ഇത് സെറ്റ് ചെയ്ത് ഇവരിത് വിളിച്ചു കൊടുക്കാന്ന് പറഞ്ഞ അവ ഇത് ഇവിടെ വന്ന് പറഞ്ഞടാ കള്ളൻ. ഇത് റിക്രൂട്ട്മെന്റ് എടുത്താ TV കാമൻ. അല്ല ഞാൻ അറിഞ്ഞില്ല, അത് പെട്ടെന്ന് എപ്പോഴാണ് അറിഞ്ഞത്. ഓ അപ്പൊ നീയും തയ്പ്പിച്ച് വെച്ചോ ബാബു. ഓ എനിക്ക് തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മള്ളി പ്രേമിച്ചാലും വേറെ സേഫ് ആണെന്ന് എനിക്കറിയാലോ. വേറെ എന്തോ ഉണ്ടായിരുന്നു കേട്ടാ ബാക്കിയത്. ഫീലാവണെന്തുണ്ടായിരുന്നു. അണ്ണാ ഞാൻ വരച്ചത് ശ്രീകാന്തനല്ലേ താഴെ ഇട്ടത്. അണ്ണാ ജിത്തു എന്ന് പറഞ്ഞൊരു പൊട്ട ലൈവ് കാണുന്നുണ്ട്, ആ മയിലെ ഫോൺ എടുക്കുന്നില്ലെന്ന്. ഓ എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് പുണ്ടച്ചി. അത് നീ എന്നെ അറിഞ്ഞോണ്ട് ഊക്കാൻ വേണ്ടിട്ട് തന്നാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഫോൺ എടുക്കണ്ട. ആ നീ എന്നെ ഒലക്കല്ലേ നീ അങ്ങ് എന്താടാ ഒട്ടുപോലോ. അതെന്താ വലിച്ചെടുത്ത് മുടി വരയ്ക്കുന്ന എന്റെ അളിയാ. ഇതല്ലേ നീ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇട്ടത് ഇത്രയും നന്നായിട്ട് വരച്ചിട്ട്. എന്റെ പൊന്നോ, എന്നിട്ട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇട്ടടാ പൊട്ടാ. നീ കളറിൽ ഇത്രയും നല്ല പടം വരച്ചിട്ട് അവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് പോസ്റ്റ് ചെയ്ത് മണ്ടൻ. പക്ഷെ ബ്രോ ടാലന്റ് രക്ഷയില്ല കേട്ടോ. കിടിലം കിടിലം. VPD bro, VPD, Vyasarpadi. I'm Shiva bro, welcome to the stream. ഇന്നലെ കൂടെ സാഷ പറഞ്ഞതേ ഉള്ളൂ റാംജി തിരിച്ചു വരണത്. കഴിഞ്ഞ ദിവസം ഞാൻ സാഷയെ സ്വപ്നം കണ്ട്, മനസ്സിലായോ? ഞങ്ങൾ PD സെറ്റ് ആവുന്നതായിട്ട് ഞാനൊരു തീരുമാനം അങ്ങ് എടുത്ത് ഇന്നോട്ട് നാളെ തൊട്ടിനി കയറി PD റോള് മേടിച്ചിട്ട് ഏലി മാർഷലിന്റെ കൂടെ ഇനി കപ്പിളർപ്പി, മനസ്സിലായോ? വീഡിയോയില് റിക്രൂട്ട്മെന്റ് മേടിക്കണം കേട്ടാ. നമുക്ക് കയറണം. ക്വസ്റ്റ്യൻ ശ്രീനാഥ് 100 rupees. ക്വസ്റ്റ്യൻ എന്താണ് നിന്റെ ഉദ്ദേശം? ഓപ്ഷൻസ്: A അവൾ, B ഉറക്കം, C ഓണം വിടൽ, D അണ്ണന്റെ ലൈവ്. ആൻസർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ D. ഇതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി. 100 രൂപ എന്ത് വാസു വേഴ്സസ് റാംജി അല്ല, വേലു വേഴ്സസ് റാംജി ആയിരിക്കും. ആൽവിൻ വിനോദ് കുമാർ സോറി അണ്ണ. കുഴപ്പമില്ലടാ എടാ, അവ സോറി പറഞ്ഞടാ. എല്ലാം സോറി പറഞ്ഞു എടാ കണ്ണാപ്പി. നമ്മളെല്ലാരും ഇല്ലേ ഇവിടെ വിട്. പക്ഷെ അവൻ ആദ്യം അയച്ച മെസ്സേജിൽ ഒരു കുണ്ണത്തരമായിരുന്നത്. ഓ അത് തന്തയില്ലാത്തനാണ്. അത് അറിഞ്ഞോണ്ട് അറിഞ്ഞോണ്ട് അഭിനവ് ബ്രോ അറിഞ്ഞോണ്ട് ചെയ്തതാ. നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കില്ല, ഞാൻ മറക്കത്തില്ല. അത് നിങ്ങൾ അറിഞ്ഞോണ്ട് ചെയ്തതാ. ഡെഫിനിഷൻ ഓഫ് ഫോറ. ഈ വീഡിയോയിൽ എനിക്ക് അവിടെ തോന്നിയില്ല. ബാക്കിൽ മാവൻ നോട്ടം കണ്ട, അതാണ് ഓറ. When I tell my friend to motivate me. All the best, Navi. All the best, Ram. All the best. All the best for your shit. All the best, all the best. എന്തിനാ all the best പറയുന്നത്? ഞാൻ എന്തിനാ all the best എന്ന് പറയുന്നത്? Shit. Take care, Navi. നീ take care ചെയ്യുന്നില്ല. നീ നിനക്ക് കഴിയാത്തല്ലേ? നീ എന്തിനാ ഇവിടെ ലൈവ് സ്ട്രീമിൽ നിൽക്കുന്ന ഇത്ര സമയം? എന്തിനീ? ഇത് കഴിയാത്തല്ലേ? കഴിയാത്തല്ലേ? കഴിയാത്തെന്ന് വെച്ചാൽ വയ്യാത്തല്ലേ? അങ്ങനെ പറയോ? മലപ്പുറം. ഓ പിന്നെ ഞങ്ങള് മലപ്പുറം ഒക്കെ വേണം. അങ്ങനെയാണോ? അതാണ് കഴിയാത്ത. ആ നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യം ചെയ്യാൻ പോലെ. ആ ശരിയാ ശരിയാ ശരിയാ. മഹിന്റെ എവിടെയോ ഔട്ട് ആയിരിക്കും. ഓ അതെ 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 അതെ.
നല്ലൊരു ആ BGM ഇല്ലായിരുന്നെങ്കിൽ കാര്യം മനസ്സിലായി എനിക്ക് കോപ്പിറൈറ്റ് ഫുൾ വിജയ് വെറുതെ ഉണ്ട ഒരു കോപ്പറേറ്റ് ആണ് മേടിച്ചോട്ടെ ഇപ്പൊ ഇപ്പൊ വെള്ളവടിയൊക്കെ ഇല്ലാണോ ട്രെൻഡ് ഒരു കോട്ടർ കൊടുത്ത് കരവിളിൽ ഇറങ്ങിയാണ് മനസ്സിലായോ വാസണ്ണ അത് നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാലോ അത് പറഞ്ഞപ്പോഴാ എടാ കഴിഞ്ഞ ദിവസം ഇവിടെ കരോള് വന്ന് ബോബേ രാത്രി ഒരുത്ത അടിച്ചു കിണ്ടിയായിട്ട് കരോളുകാരോട് ഇറങ്ങിപ്പോയി ബോബേ ഞാൻ വാട്സാപ്പിൽ ഒരു വീഡിയോ അയച്ചാൽ നിനക്ക് ഡിസ്കൗണ്ട് ഇടാൻ പറ്റുമോ ഞാൻ അയച്ചുതരാം ഇത് നോക്കിക്കോണേ ഞാൻ കാണിച്ചു തരാം രാത്രി ഒരു രാത്രി ഒരു പയ്യൻ നോക്കിയോ കരോളുകാരോടെ പോണ് പിടിച്ചോണ്ട് വന്നാണ് ഞാൻ ഞാൻ കരോള് വന്ന് രാത്രി ഇവിടെ എന്റെ അമ്മോ ഞാൻ പേടിച്ചു പോയി ഞാൻ അവരാണ് എന്റെ വിശ്വസിച്ച വഞ്ചിപ്പെട്ടിയൊക്കെ എന്റെ ഞാൻ നോക്കിയപ്പോഴേ കരോളുകാര് വഞ്ചിപ്പെട്ടി കണ്ണാപ്പിടെ കൊടുത്ത് സുണ്ടല്ല ഇവൻ കണ്ണാപ്പി ഞാൻ നോക്കിയപ്പോ അവരുടെ വഞ്ചിപ്പെട്ടി ആയിട്ടിരിക്കണ് അതിന്റെ ലെവലാ സാധനം നോക്കണേ കണ്ടാ പരിചയമുള്ളൊരു പയ്യനെ കണ്ടാ തിരിച്ചു പിടിച്ചാണോ പരിചയമുള്ള പയ്യ അകത്ത് നിൽക്കണ കേട്ടാ എന്തൊക്കെ തരം ഇതൊക്കെ ഇതാണോ ശങ്കരൻ ബ്ലോഗ്സ് അല്ലേ എന്തൊക്കെ ആൾക്കാരാണ് ദൈവമേ എന്തൊക്കെ തരം മനുഷ്യരാണ് എന്നിട്ട് രാത്രി എന്റെ അടുത്ത് പറയാം ഒരു തുള്ളി മദ്യം എന്റെ തൊണ്ടേന്ന് ഇറങ്ങൂല കാണിച്ചിട്ട് അണ്ണാ ഇത് മാർക്കോര ഇതിൽ അടിച്ചത് കാര്യല്ലേ കറുത്ത കോട്ടയം കെട്ട് അമ്മോ അല്ല ഇതിന് മറ്റേതാണല്ലോ മാർപ്പാപ്പ നിക്കണ്ട നമുക്ക് തിരിച്ചു പോവാം ലേറ്റ് ആയില്ലേ കുഴപ്പമില്ല ഇനി പിന്നെ എപ്പോഴെങ്കിലും വരാം അയ്യോ കടൽ വെച്ച് എനിക്കിത് കാണാൻ എന്തോ പോലെ ഇപ്പൊ എന്താടാ മിണ്ടായി അല്ല ഈ സീൻ കാണുമ്പോഴേ ഈ സീൻ കാണുമ്പോ എനിക്കറിഞ്ഞൂടാ ഞാൻ കൽപ്പേട്ട് അത് ഏതിലെ സീനാ മറ്റേ ദേവര ഷട്ടപ്പെടാണോടാ അയ്യോ അണ്ണാ പാട്ടും പാട്ടെല്ലാം കിട്ടില്ലോ പാട്ടും ആക്ട്രസും മാത്രം എനിക്ക് എന്റെ ഒരു സജഷനാണ് അല്ല പിന്നെ ആക്ടിങ് കൊള്ളാം ആക്ടിങ് കൊള്ളാം ജൂനിയർ ഇന്ത്യറിന്റെ ആക്ടിങ് കൊള്ളാം പക്ഷെ സ്ക്രിപ്റ്റ് ലൈക്ക് അടിക്കണേ ഒരു ആദിപുരുഷാണത് ഒരു ലൈവിൽ ഞാൻ ഫുൾ ഹാപ്പിയാണ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ പിന്നല്ല ഞാൻ എവിടെ കൊണ്ട് കളയണ്ടേ അമ്മോ എപ്പോഴും അടിയുള്ള
അയ്യോടാ എന്റെ അമ്മോ തങ്ക സാറവര് എന്റെ അമ്മോ. ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും മോളെ നിനക്ക്, കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞോണ്ടല്ലോ മീൻസ് അവനെ ഉണ്ടാവുള്ളൂ നിനക്ക്, അത് ഞാൻ ഉറപ്പ് പറയാം. സത്യം അമ്മോ. നമ്മളൊരിക്കലും, ഞാൻ വേറെ കാര്യം നിങ്ങളോട് പറയാം, നമ്മളൊരിക്കലും ഈ കൊച്ചിനെ ഒരിക്കലും മോശം പറയാനും അല്ലെങ്കിൽ നമ്മൾ തെറി പറയാനും പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരും ഈ ഇത് ഒരു ചേച്ചിക്ക് അല്ല, ചേച്ചി അനിയൻ ചേട്ടൻ അനിയനായിട്ട് വളർന്നവർക്ക് അറിയാം ഈ ഒരു കോൺവെർസേഷൻ നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നോണ്ട് ആരും വീഡിയോ എടുത്തിടാത്തതാണ്. ഇത് ഭയങ്കര കോമൺ കാര്യമാണ്. അനിയൻ ചേച്ചിമാരുള്ള വീടുകളിലൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കോൺവെർസേഷൻ അച്ഛനും അമ്മയായിട്ട് ഉണ്ടായിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ ആരും അങ്ങനെ വീഡിയോ, ഇതൊരു വീഡിയോ ആയിട്ട് വന്നതുകൊണ്ട് മാത്രമാണ്. നമ്മൾ അവരെ തെറി പറയാൻ പോകരുത്. അതൊക്കെ അവരുടെ ഫാമിലിയിൽ അവർ തമ്മിലുള്ള നോർമൽ കാഷ്വൽ കോൺവെർസേഷൻസാ. ഞാൻ തന്നെ വീട്ടിൽ എൻ്റെ അടുത്ത് എത്ര ഉണ്ടാവും, വീട്ടിലിപ്പോൾ അവളിങ്ങനെ ഓരോന്നിങ്ങനെ ദേഷ്യം നിന്നെ തവിട് കൊടുത്ത് മേടിച്ചതാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ വരുന്നൊരു കാര്യമാണ്. അതിനെയൊന്നും നമ്മൾ ഒരിക്കലും എടുത്തു വെച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളാരും കാണരുത്, അത്രേ പറയുള്ളൂ. ആ വീഡിയോ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കണ്ടപ്പോൾ അവനോട് ഇതൊക്കെ തോന്നി. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, നമ്മളൊന്നും ഇതിനകത്തൊന്നും പോയി ആ കൊച്ചിന് ചീത്ത വിളിക്കാൻ നിൽക്കരുത്. കണ്ട എന്റർടൈൻമെന്റ് പർപ്പസിന് വിട്ടേക്കാം, അത്രേ ഉള്ളൂ. 180 ബാറ്റ്മാൻ ആണ് വീഡിയോ സിംഗിങ് സോങ്ങിനുള്ളത്. നവനീത് ബി കൃഷ്ണ ബ്രോ, ഞാൻ നോക്കാം ചില്ല. റോൺ പി സി ബ്രോ, താങ്ക് യു സോ മച്ച് 40 ബ്രോ. എനിക്ക് റൈഡ് തരാവോ ചാനൽ? തുടങ്ങി. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനി എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. ഡ്രോയിങ് ട്രാപ്ഡ് ഐഡന്റിറ്റി. എന്റെ അമ്മ, എന്റെ പൊന്നെ, ഇത് വരച്ചതാ എന്റെ അളിയാ. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ട് ഈ പോഷൻ കണ്ടപ്പോ. എന്റെ അമ്മ കിടിലം, ഒരു രക്ഷയില്ല. ആ പുരികത്തിനോടൊക്കെ നോക്ക ടീച്ചറിങ്, സത്യല്ലേ എന്ത് കിടിലം. ഇതേതോ കിടില ആർട്ടിസ്റ്റ് എന്തോ ആണോടാ പുള്ളി. ഏതോ റീൽസിൽ വന്ന വീഡിയോ ആരോട് ഇട്ടതാണ്. വിഷയ സാധനം പറ. എന്തായാലും ടിപ്പിക്കൽ BMW ഡ്രൈവർ. എന്റെ ആദ്യത്തെ കളറ്. ഇടക്കിടക്ക് മണിയൊക്കെ ചെയ്യും. സത്യം എഞ്ചിൻ അവിടെ തന്നെ ഉണ്ടോ നോക്കണേ. എടാ BMW ഉള്ള എല്ലാവർക്കും അറിയാം, രാവിലെ എണ്ണീറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും മറ്റേ സിഗ്നൽ, മറ്റേ കുറച്ച് പഴയ വണ്ടി ഉള്ളവർക്ക് കേട്ടാ, അല്ലാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. രാവിലെ എണ്ണീറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ ഇതിനകത്തോടെ നോക്കുമ്പോ ദൈവമേ വാണിംഗ് ലൈറ്റുകളൊന്നും ഉണ്ടാവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഈശ്വര ഭഗവാനെ ഒന്നും ഉണ്ടാവല്ലേ എന്നൊക്കെ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നത്. സേഫാണ്, എയറൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നില്ല ചേട്ടാ. ഇത് വിനീതാണ് ആള്. ഇത് ഞാൻ ഉമ്മയെ കൊടുക്കും. ആ ഈ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എന്റെ വണ്ടി ഓരോരുത്തരുടെ വീഡിയോയിലും ഓരോ കളറാടാ. അതാ ഞാൻ പച്ചയാണ്, ചില വണ്ടിയിൽ മഞ്ഞയാണ്, ചിലതിൽ നീലയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ വണ്ടിയുടെ കളർ ഇപ്പൊ എന്തുവാണെന്ന്. എനിക്കത് മനസ്സിലാവണേ ഇല്ല സത്യം പറഞ്ഞ. ഇതിനകത്ത് എന്റെ വണ്ടിയുടെ കളർ വെറൈറ്റി കളർ
നിനക്ക് എങ്ങനെ ആളെ മനസ്സിലായി? ആ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ ഐഡന്റിറ്റി ആണ്. അണ്ണാ ഈ സമയത്ത് നമ്മൾ അകത്ത് ഇടയ്ക്ക് ഓർമ്മണ്ട ശവവണ്ടി തോന്നുന്നു. ഇപ്പൊ നിങ്ങൾ ഇതാണ് വണ്ടിയുടെ ശരിക്കുള്ള കളർ, ഇതാണ് കളർ വണ്ടിയുടെ, ഇതാ കളറ് ശരിക്കുള്ള. ഇത് കളർ കേഡഡ് അല്ലേ? ആണാണ്. ആ ഇത് അല്ലടാ, വെയിലത്തിറങ്ങുമ്പോ ആ ഒരു ഷെയ്ഡ് ഉണ്ടാവും, ഉണ്ടാവും അത് ഉണ്ടാവല്ലേ? അണ്ണാ ക്യൂട്ടി പേ ടൈറ്റൻ ഇപ്പൊ ബ്രോ അവളുടെ വീട്ടിലാണ് അവള്, എന്റെ വീട്ടിലല്ല. ഇവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒക്കെ ഭയങ്കര ഇതായതുകൊണ്ട് അവളെ അവിടെ തന്നെ കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും ഇഞ്ചക്ഷനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവൾ അവിടെ വീട്ടിലാണ് നിൽക്കുന്നത്. ജാക്ക് ലാസ്റ്റ് വേർഡ്സ്. കപ്പൽ മുങ്ങിക്കോട്ടെ, അത് കടലിൽ മുങ്ങിക്കോട്ടെ, കിടക്കും ഞാൻ. അണ്ണ ലിപ്സ്റ്റിക് നോക്ക്, ലിപ്സ്റ്റിക് നോക്ക്. കപ്പൽ മുങ്ങിക്കോട്ടെ, അത് കടലിൽ മുങ്ങിക്കോട്ടെ, നീന്തി കിടക്കും ഞാൻ. അണ്ണ ഇങ്ങനൊക്കെ ആ ഒരു സീനി പറഞ്ഞത് വിഷയമാണ് ടൈറ്റാനിക്. ആ പടത്തില് ഇജാതിയൊക്കെ. അയ്യോ സംഭവം നമ്മളൊക്കെ അങ്ങനെ മുങ്ങിപ്പോതെങ്കിൽ എന്ത് ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും അവസാനം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഒരാൾക്ക് കയറി കിടക്കാൻ പറ്റത്തുള്ളൂ. ഞാനും ബോബ് കണ്ണാപ്പി, നമ്മള് 3 പേരും വെള്ളത്തില്, ഒരാൾക്ക് കയറി അതിന്റെ മണ്ടയ്ക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. നീ ആരെ കയറ്റും? അണ്ണാ അത് അണ്ണനെ കയറ്റും. എന്നിട്ട് അണ്ണന്റെ മണ്ടയ്ക്ക് ഇറങ്ങി. ഓ എടാ ഒരാൾക്കേ കേറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നീ എന്ത് ചെയ്യും? അണ്ണനെ കയറ്റി ഒഴുക്കി വിടും. അണ്ണനെ അണ്ണനെ കയറ്റി ഒഴുക്കി വേറെ ഒഴുക്കി വിടും. നമ്മളാണെങ്കിൽ അണ്ണനാണ് ഇഞ്ചിൻ ചത്തോണ്ടിരിക്കുക. ഫുഡില്ല, വെള്ളമില്ല, തണുത്ത് മരവിച്ച് അണ്ണ ചാവും. നമ്മള് ഒന്ന് ഒറ്റ പറയാൻ സുഖം പറഞ്ഞു. അണ്ണനെ നമ്മൾ ഇഞ്ചിൻ കൊല്ലം തള്ളി വിടും. കൊന്നു കേട്ടോ. ഏറ്റവും നല്ല ചിരി ആരാണ്? നമ്മുടെ ക്ലാസ്സിലില്ലേ ഏറ്റവും നന്നായിട്ട് ചിരിക്കണവരാണ്? ഇത് വിഷയമാണ് കേട്ടാ, വിഷയം മീഡിയ. ഏറ്റവും നല്ല ചിരി ആരാണ് ക്ലാസ്സിലില്ലേ? ഏറ്റവും നല്ല ചിരി ആരാണ്? അവന്റെ ചിരിയാണ് എന്ത് രസമെന്നറിയാവോ? ഏറ്റവും നല്ല ചിരി ആരാണ്? എന്റെ അമ്മോ, വിഷയല്ലേ അത്, കൊള്ളാണത്. നല്ല വീഡിയോ കേട്ടാ. ചിരി നോക്ക്, നല്ല വോൾട്ടേജ് ഉള്ള ചിരി കേട്ടാ. ചിരി അക്കടും ചിരി. പാവടാ ടൈറ്റൻ ഇപ്പൊ ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. അതുപോലെ സോനു പ്രസന്റ് ബ്രോ താങ്ക് യു സോ മച്ച് 20. ഗൈസ് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കണേ. അതുപോലെ മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കണം. ഓക്കെ, മെമ്പർഷിപ്പ് എടുക്കാൻ മറക്കരുത് ആരും. ബ്രോയിന്റെ സബ്സ്ക്രൈബർ എന്റെ പെണ്ണിനെയും കൊണ്ട് പോയെന്ന്. അത് എന്റെ തലയില്, അത് എന്റെ തലയില് കേട്ടാ. എങ്ങോട്ട് പോകണ്ട, എങ്ങോട്ട് പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്തിനാ അങ്ങോട്ട് പോയേ? തണ്ണി പോയടാ, എല്ലാം ഗംഗ പോയടാ. കൽക്കരി തുപ്പും ചാക്കോ ചീറിപ്പം പറഞ്ഞ ഇറങ്ങുവാ. അടുത്ത റൂലവിൽ വിശ്വാസം പോയല്ലേ ഞാൻ തൊട്ട് ഇനി എനിക്കൊന്നും നോക്കാനില്ല സണ്ണി, ഞാനങ്ങ് ഇറങ്ങുവാ. 2 കൽപ്പിച്ച് എവിടെ ചിമ്മ എവിടെയെന്ന് മുണ്ടും മടക്കി കുത്തി ഞാൻ. എന്റെ അമ്മോ. ആദിത്യ മോളെ വെൽക്കം ടു സ്ട്രീം. താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ്. എവിടാണ് നിന്നെ കാണാനില്ലല്ലോ ലൈവിലൊന്നും. മമ്മൂട്ടി ഈ തൊട്ട് മുഴുവൻ നീ തന്നെയല്ലേ നോക്കി നടത്തണേ? അതിന് ആദായം നീ തന്നെയല്ലേ പറ്റണേ? ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും? ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ, കുടുംബം നോക്കിയില്ലേ? എല്ലാരും വളർത്തിവിടുന്നല്ലേ? പറയുമ്പോ പറയാനല്ലാതെ കണക്കില്ലല്ലോ. ഇല്ല, എന്റെ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങൾക്കിഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ സ്വന്തം നേട്ടങ്ങളടങ്ങണ്ട്. എന്തേലല്ല ഈശ്വരൻ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോലെ. സത്യം പറയുമ്പോ പണ്ടത്തെ പടത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അണ്ണ വന്നത്? സ്നേഹത്തിന് കണക്കുണ്ട്. എന്റേലല്ല, മേളില് ഒരാളുടെ കയ്യിലുണ്ടെന്ന്. എന്റെ അമ്മോ, ഡയലോഗ് സത്യം.
തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ താങ്ക് യു സോ മച്ച് 200. ഞാൻ അണ്ണനെ രക്ഷിക്കും. നമുക്ക് ഭാര്യ മക്കളില്ലല്ലോ, ഒരാൾക്ക് ഒരു ഫാമിലി അല്ലേ ഇമ്പോർട്ടന്റ്, പിന്നെ പിള്ളേർക്ക് ലൈവും കാണാമല്ലോ. അത് ഋഷികേശ്വര അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അണ്ണനെ കയറ്റിട്ട് രക്ഷിക്കും. അണ്ണനെ കേട്ടിട്ട് രക്ഷിക്കും. നമ്മള് ജോക്കി വന്നടാ ചാറ്റില്. അതെന്താ കൈ കാണിക്കുന്നത് ജോക്കി വരുമ്പോഴാ. അങ്ങനുണ്ടോ? ജോക്കി വന്ന ജോക്കി വെൽക്കം ശ്രീം. ചേർത്തേട്ടാ എന്ത് കൈ പൊക്കി ടാറ്റ എടുത്തോ? കാണിക്കുന്നതിന് മുട്ടയിടാട്ടോ എന്ന് പറയാൻ പറ്റുമോ? വിശ്വസിക്കേ. മെമ്പർഷിപ്പ്. അതുപോലെ തേരി മാക്കിച്ചു താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ദ വില്ലൻ എൻട്രി. ഓ എന്ത് പടം. ഇതും ഞാൻ പറയാണ്, മലയാള സിനിമയില് ശരിക്കും പറഞ്ഞ കാലം തെറ്റി ഇറങ്ങിയ ഒരു പടങ്ങളിൽ ഒന്നാണിത്. ഇത് ശരിക്കും ഈ പടം എങ്ങനെയാണ് ഇത് ഫ്ലോപ്പ് എന്നാ എല്ലാരും പറയണേ. ഈ പടം എങ്ങനെയാ പൊട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. യൂബിന്റെ പുസ്തകം കാണാത്തവരുണ്ട്. അമ്മോ ഇതൊരു ഒന്നൊന്നര സാധനമാണ് ഗൈസ്. ഇത് കണ്ടു നോക്ക്. ഇതിൽ യൂസ് ചെയ്ത കാറൊക്കെ. അതെ 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 ഇത് കണ്ടു നോക്ക്. റൗത്തർ എന്റെ അമ്മ ഗൈസ് കണ്ടിട്ടില്ലാത്തവര് കണ്ടു. ശരിക്കും ഒരു അമൽ നീരദ് പടം തന്നെ. ശരിക്കും ഒരു അമൽ നീരദ് പടം. ശരിക്കും ഇത് കിഡിലം പടമാണ്. കിഡിലം. കാണാത്തവര് പോയി കാണണം ഗൈസ്. ഫ്ലോപ്പ് എടാ അല്ല അങ്ങനല്ലടാ. ഫ്ലോപ്പാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ കുറച്ച് റീൽസിൽ കുറച്ച് കമന്റുകളുടെ കമന്റ് കാണണം നിങ്ങളൊക്കെ. ഈ പടം ഫ്ലോപ്പാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പടത്തിന്റെ കുറച്ച് റീൽസും പോസ്റ്ററുകളിലൊക്കെ വരുമ്പോൾ കുറച്ച് ആൾക്കാർ അതിൽ കമന്റ് ഇട്ടേക്കുന്ന കാണണം. അത് കണ്ടിട്ട് ഞാൻ ജീവിതം വെറുത്തു പോയതാണ്. സീരിയസ് ആയിട്ട് ഗൈസ്. ഈ പടം ശരിക്കും ഒരു കിഡിലം മൂഡ് പടമാണ്. നിങ്ങൾ കണ്ടു നോക്കണം. അനന്തകുറുപ്പാണ് ഒരു മൂഞ്ചി അവസ്ഥയിൽ എന്തെങ്കിലും കണ്ടെന്ന് റിലാക്സ് ആകണമെന്ന് കരുതി കയറിയതാ. റിലാക്സ്. താങ്ക് യു ഫോർ ദ ലൈവ് മാൻ. കീപ് ഗോയിങ് ഓൺ. ലവ് യു ടു ഓൾ യുവർ ടീം. അനന്തകുറുപ്രോ താങ്ക് യു സോ മച്ച് ഓഫ് ദ 100. താങ്ക് യു ഫോർ മേക്കിംഗ് മീ ഹാപ്പി. ഞാൻ ഒട്ടും പറ്റാതെ ഇരിക്കുകയാണ്. റിയലി എക്സിസ്റ്റ്. താങ്ക് യു സോ മച്ച് 40 ബ്രോ. ബ്രോ താങ്ക് യു സോ മച്ച് 40. അണ്ണ തലവതി 69 വീഡിയോ പ്ലീസ് അനൗൺസ്മെന്റ് നോ കോപ്പി ചെയ്യുന്നു. അയ്യോ ബ്രോ അത് ഒഫീഷ്യൽ ചാനലൊക്കെ കയറി കണ്ട സ്ട്രൈക്ക് വരും എനിക്ക്. തിയേറ്ററിൽ പോയി കണ്ടതാ. പക്ഷേ ഞാനിത് തിയേറ്ററിലല്ല കണ്ടത്. ഞാൻ വിൻസെന്റ് ഗോമസ്. പിന്നീട് എന്നെ കാണുമ്പോ പ്രിൻസ് രാജകുമാരൻ, രാജാവിന്റെ മകൻ. യെസ്, ഐ എം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോലോകങ്ങളുടെ രാജകുമാരൻ. ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം. ഏത് വിഷയപ്പെടാനിത്. റൈഫിൾ ക്ലബ് എല്ലാരും നല്ല അഭിപ്രായം പറയണല്ലോടാ. നല്ല പടമാണ്. കിടിലം കാസ്റ്റിംഗ് ഒക്കെ ആണ്. കൊറേ പേരുണ്ട്. ആണോ? റൈഫിൾ ക്ലബ് പോയി കണ്ടാലോ കണ്ണാപ്പി നാളെ? ഓ നാളെ നാളെ കാണാൻ പറ്റുമോ നമുക്ക്? അല്ല രാവിലെ പോയി കണ്ടാലോ? അല്ല വേണ്ട. അല്ല ഷൂട്ട് കഴിഞ്ഞിട്ട് വേണേ നോക്കാം. നമുക്ക് പോയി കാണാം. റൈഫിൾ ക്ലബ് ഗൈസ് നല്ല പടമാണെന്ന് എല്ലാവരും പറയണം കേട്ടോ. ഞാൻ എന്താ ശബരി ശനിൽ ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ഒരു രാത്രി ഹോസ്റ്റലിൽ വെച്ച് കറണ്ട് പോയപ്പോൾ ഫ്രണ്ട് പാടിയതാണ്. പാട്ട് പഠിച്ചിട്ടില്ല. मर जाऊं या जी लूं सरा. Oh nice. खुशियां चूं यारो दूसरा मर जाऊं. നൈസറ കൊള്ളാം.
നൈസ് ബ്രോ. പാട്ടുകാരൻ. പാട്ട് പഠിച്ചിട്ടില്ല, പാട്ടുകാരൻ എന്നാണ് അവന്റെ പേര്. തേരി മാക്കി ചൂത് അഗൈൻ 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഞാൻ തിരിച്ചു വായിച്ച അവനെയല്ലേ വിളിക്കുന്നത്. പൈസ തെറി പറയുന്നല്ല. തീർച്ചയായിട്ടും unluckiest moment 总算是开上了，这次可没翻。哎，这也能翻？这什么原理啊？ ഇതൊക്കെ നമ്മുടെ ലൈവിൽ കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഇന്നുവരെ പബ്ജി പി സിയിൽ ഇതിനകത്ത് പോകാനുള്ള യോഗം ഉണ്ടായിട്ടില്ലടാ. പബ്ജി പി സിയിൽ എനിക്ക് ഇതിനകത്ത് പോകാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. ഒരിക്കലും റെഗുലർ ഫ്ലെയർ കൊടുത്ത് ഇത് ഏതോ അപ്പുറത്തെ പഞ്ചായത്തിലാണ് വീണത്. അത് എന്ത് ചെയ്യുന്ന പോലും BRDM പബ്ജി മൊബൈലിലെ പോലെ അല്ല. ഇതിനകത്ത് ഭയങ്കര ഫിസിക്സ് ഒക്കെയാ. ഇതിനകത്ത് എന്തെങ്കിലും തട്ടിയാ ഒരു സൈഡിലോട്ടൊക്കെ മറിഞ്ഞൊക്കെ അങ്ങ് പൊക്കളെ. ബിനീഷ് ബ്രോ ഈഗിൾ ബ്രോ ടാങ്കറാ അല്ലല്ല ടാങ്കർ. ഇത് ബാളയാർ പരമശിവൻ മറ്റേ സ്പിരിറ്റ് കൊണ്ടുവന്ന ടാങ്കർ. BRDM ടാങ്കർ എന്ന് പറയൂടാ ഇതിന്. ഓ ടാങ്കർ ടാങ്കർ ലോറി ടാങ്കർ അടിച്ചു വിടുന്നതൊക്കെ BRDM എന്നാണ് അതിന് പറയണത്. ടാങ്കർ എന്ന് പറയുന്നത് എനിക്കറിഞ്ഞൂടാ. ടാങ്കർ എന്നാണ് പറയുന്നത് എല്ലാരും. उसके साथ क्या क्या हुआ है देखो भाई 我还没上车呢，快滚回来！别翻！家伙，പൊട്ടിത്തെറിച്ചെന്നേ കറക്റ്റ്. ഇതൊക്കെ ഏത് ടാങ്കർ വേറെ. ആ അതെ 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 ടാങ്കർ എന്ന് പറയാ ആർമിയിലെന്ന്. കണ്ണാപ്പി നിനക്ക് പണ്ട് ആർമിയിലായിരുന്നു. ഓ അണ്ണാ ടാങ്കർ എന്നാണ് പറയുന്നത് ആർമിയിലൊക്കെ. വെയിറ്റ് ഫോർ എനിക്ക് എന്നെ ഇപ്പൊ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരാളുടെ ഐഡന്റിറ്റി ഉണ്ടാക്കി എടുത്തത് പോലും പുള്ളിയാണ്. അതായത് തന്നെ ഫ്രം ദ ബോട്ടം ഓഫ് ദ ലൈക്ക് ഹേർട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഫ്രം ദ എന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയത് പുള്ളിയാണ്. എന്നെ മലയാളിയാണ്. അപ്പൊ പുള്ളി എനിക്ക് കുറെ സഹായങ്ങളൊക്കെ പുള്ളിയാണ്. പുള്ളി ശരിക്കും ഒരു കുറെ പേരുടെ ബ്രോ എനിക്കിതൊന്ന് മെയിൽ അയച്ചു തരുമോ ഈ ഒരു പിക്ക്? ഞങ്ങളൊക്കെ കണ്ടീഷൻ അത്രയും വേഴ്സ് ആയിരുന്നു. അറിയപ്പെടുന്ന പേരുണ്ട് ബ്ലൈൻഡ് ജോക്കർ. ഞാൻ ശരിക്കും മിസ് ചെയ്തൊരു ഫോട്ടോ ആണ് ഇത്. സത്യം പറഞ്ഞ ഞാൻ ഇത് ഭയങ്കര ആഗ്രഹിച്ചൊരു സാധനമാണ്. സത്യം പറഞ്ഞ ഇത് ഭയങ്കര ആഗ്രഹിച്ചൊരു സാധനമാണ്. ജോക്കിയോട് ചോദിച്ചാൽ മനസ്സിലായി. ജോക്കി എടുത്ത് പറഞ്ഞതാണ്. ജോക്കി എന്തായാലും എന്തൊക്കെ ഉണ്ടെങ്കിലും വരണം എന്ന് ഞാൻ അന്ന് പറഞ്ഞതാ. ബ്രോ താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. എനിക്കിതൊന്ന് മെയിൽ ചെയ്ത് തരണം. താങ്ക് യു. ഫുള്ള് കാണുന്നോ? ഏതാ മറ്റേതോ? ഓ ഇതോ? भाई देखो क्या हुआ उसके साथ. ശനി ദശ. ശനിദശല്ലേ ഇത് ആദ്യം മണ്ടയ്ക്ക്. അവസ്ഥ സത്യമല്ലേ? നമ്മളിപ്പോ ലാലേട്ടന്റെ പിള്ളേര് പൊളിയല്ലേ മോഹൻലാൽ. ബിനീഷ് ബ്രോ താങ്ക് യു സോ മച്ച് 40 അഗൈൻ. മോഹൻലാലിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു, ഏതൊരു വെബ്സൈറ്റ്. അപ്പോ ഇവിടത്തെ ഹാക്കേഴ്സ് കമ്മ്യൂണിറ്റിയില് കുറെ മോഹൻലാൽ ഫാൻസ് ആയിരുന്നു. പാകിസ്ഥാൻകാരായിരുന്നു ഹാക്ക്. പാകിസ്ഥാനിലെ കുറെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തിട്ട് അതില് ഹോമോനെ ദിനേശാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്ന അല്ല അത് ലോജിക്കുന്നത് ലാലേട്ടനാക്കിയപ്പോ പാകിസ്ഥാനാക്കിയതാ. ഈ സംഭവം പാകിസ്ഥാനിലുള്ള ഒരു ടീം മോഹൻലാലിന്റെ ഏതോ ഒരു സൈറ്റ് ഹാക്ക് ചെയ്ത് തിരിച്ച് ലാലേട്ട ഫാൻസ് പാകിസ്ഥാനിലെ കുറെ പേജ് ഹാക്ക് ചെയ്തിട്ട് മോനെ ദിനേശാന്ന്. ഓ അതുകൊള്ള അതിപ്പോ വിദേശുണ്ട്. ചാറ്റിലെന്താ ചീത്ത വിളിച്ചിട്ടുണ്ടോ? 51 ചാറ്റിൽ എന്തോ ചീത്ത വിളിച്ചിട്ടുണ്ടോ? വേണം ലൈവ് കണ്ണാപ്പിയോട് പറ അവന്റെ മണി ഇവിടെ ഉണ്ടെന്ന് പ്ലീസ്. കണ്ണാപ്പിയുടെ കാണാമണി 40 റുപ്പീസ്. എടാ നിന്റെ മണി അവിടെ ഉണ്ടെന്ന് കേട്ടാ.
വണ്ടി ആകുമ്പോ പണിയൊക്കെ വരും. നിങ്ങളൊരു BMW എടുക്കുമ്പോൾ നിങ്ങളുടെ കാലത്ത് 80 ലക്ഷം അല്ലെ 90 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ട്. അത് സർവീസ് ചെയ്യാനും അത് പരിചയമുള്ളൊരു പയ്യന്റെ സൗണ്ട് അല്ലേ? പണിഞ്ഞു കൊണ്ട് നടക്കാനും കേപ്പബിലിറ്റി ഉള്ളവ മാത്രമേ എടുക്കാവൂ. ആ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് പൊട്ടി. ഞാൻ അന്ന് വിനീതിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ വണ്ടിക്ക് ഇനി പുതിയ BMW കാശ് മുടക്കേണ്ട വന്നാലും ഈ വണ്ടി റോഡിൽ കൂടെ ഓടുന്ന രീതിയിൽ എനിക്കിത് കിട്ടണം എന്ന് ഞാൻ അന്ന് തീരുമാനിച്ച കാര്യമാണ്. വിനീതേട്ടൻ നോക്കി, വിനീതേട്ടൻ അതൊരു 6 സിലിണ്ടർ 530 സ്പോട്ടാണ്. ഒന്ന് ആലോചിച്ച് ബോബേ, വീഡിയോയിലൊക്കെ കാണുമ്പോ നല്ല രസമുണ്ട്, ഭയങ്കര മാസ്. നിക്കടാ പറയണ കേക്കടാ, വീഡിയോയിലൊക്കെ കാണുമ്പോ ഭയങ്കര മാസ് ഡയലോഗ്. റിക്കവറി വാൻ മേടിച്ച് വെളിയിലിട്ടിരിക്കണേ. ഇപ്പം BMW മാത്രം ഡീസൽ അടിച്ചാൽ പോരെ? എന്റെ പേര് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് BMW പണിതിറക്കി ഒരു റിക്കവറി വാൻ മേടിച്ച് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും പോകുമ്പോ പുറകിൽ റിക്കവറി വാനും കൊണ്ടാ പോണത്. അതിന് ഡീസൽ അടിക്കണം. റിക്കവറി വാൻ എവിടെയെങ്കിലും വണ്ടി നിന്ന് പോയാൽ അത് റിക്കവറി. ഈ കാര്യത്തിൽ ഈഗിൾ ഫെയിൽഡ് ബ്രോ. ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം, ചില കാര്യങ്ങളിൽ പൈസയുടെ ടൈംസിൽ അളക്കുന്നത് ബ്രോ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും ബ്രോയ്ക്ക്. ഇതിനകത്ത് എൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമവും ഒരു ഇതും ഉണ്ടായിരുന്നൊരു സാധനം അല്ല ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നോർമൽ കടയിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നവർ, 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നവരെല്ലാം മണ്ടന്മാരെന്ന് പറയേണ്ടി വരും. 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കുന്ന എല്ലാവരും മണ്ടന്മാരെന്ന് പറയേണ്ടി വരും. 100 രൂപയ്ക്ക് വെക്കുന്ന ബിരിയാണി അല്ലേ അവിടെ 600 രൂപയ്ക്ക് എല്ലാവരും മേടിക്കണേ. മാനുഫാക്ചറിങ് കോസ്റ്റ് വെച്ച് നോക്കുമ്പം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ബ്രോ. നമുക്ക് ചില കാര്യങ്ങൾ പൈസ നോക്കി ചെയ്യുന്ന കാര്യം കുറച്ച് കഴിയുമ്പോൾ ബ്രോയ്ക്ക് അത് മനസ്സിലാവും. എൻ്റെ മേ ബി ചിലപ്പോൾ എൻ്റെ ഈഗോ ആയിരിക്കും, അത് എനിക്ക് അറിഞ്ഞുകൂടാ, അതെൻ്റെ ഈഗോ ആയിരിക്കാം. അതെന്റെ മെയിൽ ഈഗോയ്ക്ക് മാത്രമൊന്നുമല്ല. അതെന്ത് മെയിൽ ഈഗോ ഒന്ന്, പെമ്പിള്ളേർക്കെന്ത് ഈഗോ ഇല്ലേ? അങ്ങനല്ലേ ഇങ്ങനത്തെ ഒരു കാര്യത്തിലൊക്കെ ഇല്ല. അത് അതിന് എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാനില്ല. അത് ഞാൻ എന്തിനാ ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ ചില സമയത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട്, എല്ലാവരും പറയണ ശരിയാ. എനിക്കൊരു വേറെ ഒരു 2022-23 മോഡൽ അല്ല 22 അല്ലെ 20 മോഡലൊക്കെ നല്ല വണ്ടികളൊക്കെ എടുക്കായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പക്ഷേ ചില കാര്യങ്ങൾ വാശിയല്ലടാ, അത് വാശി എന്ന് പറയുന്നത് എനിക്ക് ലൈവിൽ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് വാശി. ആ സീൻ എനിക്ക് ലൈവിൽ പറയാൻ പറ്റത്തില്ല. ലൈവിൽ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ഉറപ്പായിട്ടും പറഞ്ഞേനെ. അതെനിക്ക് ലൈവിൽ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ആ വണ്ടിയിൽ എനിക്ക് കിട്ടിയ ഇൻസൾട്ട് എനിക്ക് ലൈവിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല. അത് മാത്രം ഞാൻ നിങ്ങളോട് പറയാം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എനിക്കത് ലൈക്ക് ഒരു ടൈം ആയപ്പം എനിക്ക് അതിനോട് ഭയങ്കര ഒരു ഡീപ്പ് അഫെക്ഷൻ വന്നു, സത്യമായിട്ടും പറയാമല്ലോ. അത് എല്ലാവരും ബ്ലെയിം ചെയ്ത് തന്നെ, എല്ലാവരും ബ്ലെയിം ചെയ്തെന്ന് പറഞ്ഞാൽ ചുറ്റും ഉണ്ടായിരുന്നവരും എല്ലാവരും ബ്ലെയിം ചെയ്ത് ലാസ്റ്റ് വണ്ടി തല്ലിപ്പൊട്ടിച്ച് കളയാനുള്ളൊരു ഇത് വന്നതാണ് എനിക്ക്, സത്യം പറയാലോ. ഞാനും എൻ്റെ വൈഫും കൂടി ഈ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഈ വണ്ടി വഴിയിൽ നിന്നുപോയി റിക്കവറി വാൻ വിളിച്ച് ഞാൻ കൊണ്ടുപോയ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് എനിക്ക് മൈൻഡിൽ എനിക്കത് അതിൽ കൂടുതൽ എന്തായാലും ഞാൻ പറയണില്ല, അത്രയും ഞാൻ പറയാം. അന്ന് എനിക്ക് വണ്ടി ശരിക്കും പറഞ്ഞാൽ പണിത് ഇതാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് വന്നതാണ്. അതിന് എനിക്ക് പൈസയുടെ ടൈംസിൽ ആ വണ്ടിയെ എനിക്ക് അളക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. Anna, going through the worst phase of my life was waiting to escape much for the good moments. Instagram bro, thank you so much for this Canadian dollars. അണ്ണാ ഞാൻ വീടെത്തിയിട്ടാ, താങ്ക് യു സോ മച്ച്. അയ്യോ ഹേമന്ത് ബ്രോ നമുക്കത് തരാൻ വന്നതാണ്, തന്നിട്ട് ഇതാ ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോയതേ ഉള്ളൂ. ഹേമന്ത് ബ്രോ താങ്ക് യു സോ മച്ച്. ആദിത്യ വിനോദ് ബ്രോ താങ്ക് യു സോ മച്ച്. 20 ബാബു എന്തോ പറഞ്ഞേ? വിഷം എന്താ ചേട്ടാ? ബാബു എന്തോ പറഞ്ഞേ? പറയുന്ന കേട്ടല്ലോ, ഈഗോയെ പറ്റി പറയല്ലേ പ്ലീസ് ബ്രോ. എന്താണ് ബ്രോ എന്തൊക്കെ ആദ്യം പറഞ്ഞു? അത് സത്യമാണ്. അണ്ണൻ കേട്ടില്ലായിരുന്നു അത്? എന്താടാ ബാബുശേട്ട് 2 തട്ട് വീസി വന്നു, ആരും മൈൻഡ് ചെയ്തോണ്ട് ഇറങ്ങി പോയി. ആണല്ലേ? ഓക്കെ. അണ്ണനെ പോലെയല്ലേ എനിക്ക് മാത്രമാണ് തോന്നിയത്. ആ ശരിയാടാ, കളഞ്ഞൂർ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു. നീ പോയി താഴെ ഞാനൊന്നും അല്ല, 1000 babies പ്രാപ്പർ അണ്ണാ. ഇത് 500 വീലർ ആൻഡ് 1200 UPS അടിച്ചു വന്നത്.
ഇത് 1 ഇയർ എടുക്കും ഇതിന്റെ ഡെസ്റ്റിനേഷനിലെത്താൻ. അണ്ണാ ഇത് 500 വീലറോ ആൻഡ് 1200 ടൺ വെയിറ്റ്. അണ്ണാ ഇത് 1 ഇയർ എടുക്കും ഇതിന്റെ ഡെസ്റ്റിനേഷനിൽ. അണ്ണാ 250,000 പണിക്കിരിക്കണം ദിവസത്തിന്റെ കൂടെ. എന്നാ പിന്നെ ഇത് വല്ല ഹെലികോപ്റ്ററിലും എല്ലാം കൊണ്ടുകൂടെ? ഇതണ്ണ എത്ര ടൺ നല്ല എന്തൊരു അത്രയൊക്കെയുള്ള ഇതിൽ നമ്മളെ ഇന്ത്യക്ക് ആയിട്ടില്ല. അണ്ണാ ISRO-ലോട്ടുള്ള എന്തോ ആണ്. ISRO-ലോട്ടുള്ള എന്തോ റോക്കറ്റിന്റെ ആണോ ഇത്? അതെ അതെ അതെ. എടാ ഇത് ഇത്രയും കിലോമീറ്റർ ഓടി എത്തുമ്പോ എത്ര ടയർ മാറണം, എത്ര ഡീസല്. ഓടുന്ന സമയത്ത് റോഡ് മൊത്തം ബ്ലോക്ക് ആയിരിക്കും. ഹെലികോപ്റ്ററാ? എടാ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച വല്ല തൂക്കി വല്ല കൊണ്ടുപോകാൻ വല്ല പറ്റും. നമ്മുടെ ഇംഗ്ലീഷ് പടത്തിലൊക്കെ മറ്റേ വലിയ സാധനം ക്ലാമ്പ് ചെയ്ത് കൊണ്ടുപോകില്ലേ, അതുപോലെ 1200 ടണ്ണുണ്ടല്ലേ. ആ ശരിയാ. വെയിറ്റ് നമ്മള് മറക്കാൻ പാടില്ലല്ലോ. ശരിയാണ് 1200. ആൾക്കാര് പറയണോട്ടെ. താങ്ക് യു മൈ വർക്ക് റിയാക്ടിങ് മെയിൽ എന്തായാലും ചെയ്യാം. ഓൾവേസ് CV അർഷുവാട്ട് താങ്ക് യു സോ മച്ച് 100 ബ്രോ. വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റൂലല്ലേ. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ. കാസർഗോട്ടെ മഞ്ഞുമല കണ്ടിട്ടുള്ളവരാണോ നിങ്ങൾ? അധികം ആരും കാസർഗോഡ് മഞ്ഞുമലയാ ഒരു ഹിൽ സ്റ്റേഷൻ ആണ് പൊസഡി ഗുംബെ. പൊസഡി ഗുംബെ എന്നത് തുളു വാക്കാണ്. പൊസ എന്നാൽ പുതിയതെന്നും ഗുംബെ എന്നാൽ കുന്നെന്നുമാണ് അർത്ഥം. അതായത് പുതിയ മല. എന്നാ നമുക്ക് ആ പുതിയ മല മഞ്ഞുമല ഒന്ന് കണ്ടിട്ട് വരാം. മഞ്ഞുമല ഇങ്ങനത്തെ മഞ്ഞുമല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാം, മറ്റേ കാശ്മീരൊക്കെ പോലത്തെ മഞ്ഞുമലയായിരിക്കും. മഞ്ഞ് വീഴുന്ന മല. മീശപ്പുലിമലയിൽ മഞ്ഞുവീഴ്ച കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി മഞ്ഞ് മീശപ്പുലിമല ഒരു ദിവസം പോണ വിഷയമാണ്. പൊസഡി ഗുംബെ എന്നറിയപ്പെടും. ഒന്ന് കേറി നോക്കിയാലോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കാസർഗോഡ് ഈ പറയണ മറ്റേ എല്ലാരും ഈ സിനിമയിലൊക്കെ കളിയാക്കണ പോലത്തെ ഭാഷ തന്നെയാണ് അവിടെ? മലയാളം അല്ലേ അപ്പൊ പറയുന്നേ? കാസർഗോഡ് മലയാളം തന്നെ അല്ലേ പറയണേ? അല്ലെ എനിക്കത് ഒരു ഭയങ്കര ഒരു ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാനത്. അണ്ണാ എല്ലാരും ഒന്നും അങ്ങനല്ല അണ്ണാ, ചിലവരേ ഉള്ളു. കാർത്തിക് രത്നം ബ്രോ താങ്ക് യു സോ മച്ച് 40 റുപ്പീസ് ഉപചാരം. ആണോ അത്? അവിടെ മലയാളം തന്നെയാണോ അപ്പൊ പറയുന്നേ എല്ലാരും? ആ എല്ലാരും മലയാളം തന്നെ പറയുന്നേ. ആണല്ലേ? ആ അതുകൊണ്ട് കാസർഗോഡുള്ളൊരു മലയാളം ഏത് ഭാഷ തന്നെയാണ്? അല്ലടാ, അവര് വേറൊരു രീതിയിലത്തെ മലയാളം പറയും, നമുക്ക് മനസ്സിലാവാത്ത പോലത്തെ ഒരു. അത് ഞാൻ കൊറേ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇല്ല അതൊക്കെ ഇപ്പൊ എല്ലാരും എണ്ണാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേറെ സ്ഥലത്തൊക്കെ പോയല്ലേ ഓരോരുത്തർ പഠിക്കുന്നത്, മൈഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ. ഇപ്പൊ റെഡ്മോൺ എന്നൊക്കെ പറഞ്ഞാൽ റെഡ്മോൺ ഒന്നും വിദ്യാഭ്യാസം ഇല്ല, അവനൊക്കെ എന്ന് പറഞ്ഞാൽ സ്ലാങ്ങാണ്. ഈകളെ സത്യം ആരും സഹായിക്കാൻ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് കയറി വന്നവനാ ഞാനും. സ്വപ്നം കണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത് തന്നെ. അഗസ്ത്യ ബ്രോ താങ്ക് യു സോ മച്ച് 25 AD. അത്രേ ഉള്ളൂ, പിന്നെ അല്ല വഴിവെട്ടി വന്നവനാടാ. ജൂനിയർ ടച്ച് ബ്രോ താങ്ക് യു സോ മച്ച് 20. 7 ലാംഗ്വേജ് ഉണ്ടെണ്ണ അന്ന്. സ്ലാങ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ അണ്ണാ ഈ സോങ് അന്നും ഇന്നും വേറെ വൈബല്ലേ? ഓ ഇത് വിഷയം പാട്ടാ. ഏത് പാട്ടാ? വഴിതെറ്റിപ്പോലെ ഈ പാട്ട് കുറച്ചുകൂടെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ദൈവമേ. ഇതായിരുന്നല്ലേ പാട്ട്? എനിക്ക് ആദ്യം കേട്ടപ്പോ മനസ്സിലായില്ല. ഈ പടത്തിലെ ആകെ കൊള്ളാന്ന് ഈ പാട്ടാ. അല്ല ഈ പടം കൊള്ളാം. എല്ലാ കോപ്പിറൈറ്റും മേടിച്ചു തന്നല്ലോടാ. ഓ അബിൻ ബ്രോ താങ്ക് യു സോ മച്ച് 85. ജോക്കി ഇപ്പൊ ഹായ് കിട്ടത് യൂട്യൂബിലല്ലേ? ഞാൻ ഈ പാട്ടിന്റെ വലിയ ഫാനല്ല. മൂവി കല്യാണം. ഓക്കെ കല്യാണം എന്നാണോ മൂവിയുടെ പേര്? കാർത്തിക് രത്നം താങ്ക് യു സോ മച്ച് 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്.
ബ്രോ പൊന്മുടിയിൽ വരുന്നുണ്ടോ ബ്രോ? വരുമ്പോ പറയോ? അൻഷാദ് ബ്രോ അന്നോട്ട് പൊന്മുടി വരുന്നു. വരുമ്പോ പറയാം ബ്രോ, ഉറപ്പായിട്ടും. എവറി ഇയർ സ്റ്റാർട്ടിങ്. പരമാർത്ഥം ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ ഞാൻ ന്യൂ ഇയറിന് റിവീൽ ചെയ്യും കേട്ടോ. നിങ്ങൾ കിളി പോകുന്ന റെസൊല്യൂഷൻസ് ഒക്കെയാണ് ഈ വട്ടം. 2025 വിൽ ബി ദ എല്ലാരും ഫുൾ റെസൊല്യൂഷൻ ആണ്. അതെ. അണ്ണ ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, വീട്ടിൽ വരാൻ പറ, ഇവിടെ ഉണ്ടെന്നറിയാം, ഇപ്പൊ ഗേറ്റ് ലോക്ക് ചെയ്യും. അരുൺ അപ്പുവിന്റെ ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണേ. ഗേറ്റ് അടച്ചാ പിന്നെ മൂഞ്ചി വെളിയിലിരിക്കുക. അരുൺ ചേട്ടൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക. ഗേറ്റ് അടച്ചാൽ പ്രശ്നമാവും. അരുൺ അപ്പു. ലൂണ ഗെയിമിംഗ് വൈറ്റി താങ്ക് യു സോ മച്ച് ഫോർ ദ 25. അണ്ണാ നമ്മൾ പ്രോപ്പർ മലയാളമാണ് പറയണത്, ബട്ട് സെലിബ്രിറ്റീസ് ആൻഡ് മൂവീസ് ഓവറായി വെറുപ്പിക്കുന്നതാണ്. ഓക്കെ ലൂണ ഗെയിമിംഗ് വൈറ്റി, താങ്ക് യു സോ മച്ച്. വ്ളോഗ് ചാനൽ, എടാ വ്ളോഗ് ചാനലിൻ്റെ ഒക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ നിങ്ങൾ കണ്ടോ? ടൈം ടേബിൾ ഇല്ലേ, ടൈം ടേബിൾ ഇങ്ങനെ അങ്ങോട്ട് തരും. നിങ്ങൾ ജോക്കി കണ്ടോണം. ജോക്കി ഇവർക്കൊരു ടൈം ടേബിൾ അങ്ങ് കൊടുക്കും. അതായത് ഇവർക്ക് എപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വേണോ ഫോൺ എടുത്തിട്ട് നോട്ട് പാഡിൽ ഈ ടൈം ടേബിൾ സേവ് ചെയ്ത് വെച്ചാൽ ഓക്കെ, ഇന്ന് ഡേറ്റ് 12, 7 മണിക്ക് ഈഗിളിൻ്റെ ലൈവ്, 9:30 വ്ളോഗ് ചാനലിൽ വീഡിയോ, 7:30 പോഡ്കാസ്റ്റിൽ വീഡിയോ. ഇത് ഡേറ്റ് വൈസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഒരു വർഷത്തെ ഷെഡ്യൂൾ അവർക്കും കൊടുക്കുക. നോക്കിക്കോ നിങ്ങൾ, വേറെ ലെവൽ റെസൊല്യൂഷൻസ് ഒക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. ആദിത്യ വിനോദ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ എൻ്റെ മെമ്പർഷിപ്പ് നോക്കിയില്ല. അയ്യോ ആദിത്യ വിനോദ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. അണ്ണാ പാലക്കാട് നിന്ന് ഒരു ഹോയ് വിട്ടേന്നോ? പാലക്കാടിനൊരു യോ കൊടുക്ക്. 1 million info താങ്ക് യു സോ മച്ച് ഫോർ 40 rupees സൂപ്പർ ചാറ്റ്. എടാ ഇല്ല ഇതാ ഞാൻ ഇപ്പോഴേ പറയാത്തത്. ഇതാ ഞാൻ പറഞ്ഞു, ഞാൻ ന്യൂ ഇയറിന് അടുത്ത ദിവസം പറഞ്ഞോളാം. അണ്ണാ വീട്ടിൽ 3 സ്ക്രീനില്ല. അതെ കാർത്തിക് നമ്പർ താങ്ക് യു സോ മച്ച് 40. അല്ല പിന്നെ ദേഷ്യം വരൂല്ലേ മനുഷ്യന്. ഈ വട്ടം ഒരു പ്രത്യേക അറിയിപ്പ്, ഈ വർഷം മുതൽ 6 pack ചലഞ്ച് ഇല്ലായിരിക്കും. 6 pack ചലഞ്ച് ഇല്ല ഈ വർഷം. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ അതിഗംഭീരമായി ഫിനിഷ് ചെയ്ത 6 pack ചലഞ്ച് ഈ വർഷം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. കാസർഗോഡ് തൊണ്ടയ്ക്ക് പറയുന്നത് ചങ്കെന്നാണ്. ചങ്കെന്നല്ല, ചങ്ക് ആണല്ലേ? എടാ നിനക്ക് അറിയത്തില്ലെങ്കിൽ അങ്ങ് സമ്മതിച്ചാ പോരെടാ കണ്ണാപ്പി. റെംബോട്രിക്സ് ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് എസ് ജി ആർ ബ്രോ. ഇതെന്റെ ബ്രദർ വരച്ചതാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ലയണൽ മെസ്സി ഡ്രോയിങ് മൈ ആർട്ട് സ്റ്റൈൽ. എടാ കണ്ണാപ്പി, ഞാൻ പണ്ട് വിശ്വസിച്ചിരുന്ന ഒരു കാര്യം പറയോട്ടെ. ഞാൻ ആദ്യമൊക്കെ എനിക്ക് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലവട്ടം ലൈവ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അസൂയാണ്, എനിക്ക് ഇങ്ങനെ കഴിവില്ലാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചില്ല, തീട്ടത്തിന്റെ കാര്യം പറയരുത് ഇവിടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ പേരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോ എല്ലാരും ഇങ്ങനെ കളം വരച്ചിട്ട് ഓരോ കളം മാത്രം വരച്ച് അപ്പൊ ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ വരയ്ക്കുന്നതൊക്കെ ശോകമായിട്ടിരിക്കുന്നത് ഈ കളം വരയ്ക്കാത്തോണ്ടാണെന്ന്. കളം വരച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, കളം വരച്ചാലും വരച്ചില്ലെങ്കിലും കഴിവുണ്ടെങ്കിലും ഇത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കളത്തിനകത്ത് സാധനം വരയ്ക്കാറുണ്ട്. കളത്തിനകത്ത് സാധനം വരച്ചാൽ സെറ്റാവുന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ അല്ലത്. കളം വരച്ചിട്ടും കാര്യമില്ല, നമ്മൾ വരച്ച തീട്ടം പോലെ ഇരിക്കും. ഇതിന് വരയ്ക്കാൻ ഒരു കഴിവ് വേണം. അണ്ണന്റെ വക കന്നഡയിൽ 2 സെന്റൻസ്. കന്നഡ എനിക്ക് അറിഞ്ഞൂടാ. ഡിസ്കോഡ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? അൻഷാദ് എൻ ബ്രോ ഗൂഗിളിൽ കയറുക, വെറുതെ ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ് അടിക്കുക, ലിങ്ക് വരും, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഏകദേശം ഈഗിൾ ഗെയിമിങ്ങിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഒരു 82,000-83,000 കാണും ടോട്ടൽ. നമുക്കിപ്പോൾ നമ്മുടെ അതിനകത്ത്
1902 പേര് നമ്മുടെ ഡിസ്കോഡിലുണ്ട്. ഏകദേശം ഒരു 18,998 പേരൂടെ വന്നാൽ കറക്റ്റ് 1 ലക്ഷം. 1 ലക്ഷം ആൾക്കാർ. സീരിയൽ കില്ലർ സ്മൈൽ കില്ലർ. ഒരുത്തന്റെ പള്ളക്ക് സാധനം അടിച്ചു കയറ്റിട്ട് തിരിച്ചു നോക്കണ. ഏതോ നല്ല ക്യാരക്ടർ റോള് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്ത് വന്ന ആളെ പിടിച്ച് ഗുണ്ടയാക്കിയതാണ് കേട്ടാ. പുള്ളി പാവോടാ, വഴി പോയത് പിടിച്ച് ഗുണ്ടയാക്കിയതാണ്. വൈറലായിട്ട് പുള്ളിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആണോ? ഇപ്പൊ ആര് വൈറലായാലും അപ്പോഴും ഇന്റർവ്യൂ. സത്യം കേട്ടാ. നിന്നെയല്ലേ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിന് വിളിച്ചെന്ന് പറഞ്ഞ കണ്ണാപ്പി? കണ്ണാപ്പി ഇന്റർവ്യൂവിന് വിളിച്ച്, അണ്ണ കക്കൂസിലുണ്ടായിരുന്ന കപ്പ് കാണുന്നില്ല, എടുത്തവൻ ഇവിടെ എങ്ങനെ കൊണ്ടുതരാൻ പറ പ്ലീസ്. നവീൻ കുമാർ. എടാ നിന്റെ കക്കൂസിലെ കപ്പ് എടുക്കുന്നവരൊക്കെ എന്റെ ലൈവിൽ എങ്ങനെ ഉണ്ടാവാനാ? നിന്റെ വീട്ടിലല്ലേ തിരക്കേണ്ടത്? എന്താ അവസ്ഥ നോക്കണേ, എന്തൊരു ഗതികേടം നോക്കണേ. 100 രൂപ കിട്ടി. പക്ഷേ കപ്പ് വാങ്ങിച്ചാ പോരായിരുന്നോടാ? അതിന്റെ കപ്പ് വാങ്ങിച്ചൂടായിരുന്നു. നീ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ആദ്യത്തെ വിനോദ് ബ്രോ താങ്ക് യു സോ മച്ച് 20 rupees സൂപ്പർ ചാറ്റ്. ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. കൊള്ളാല്ലേ? നമുക്കും ചെയ്താലോ? കണ്ണാപ്പിക്ക് പറ്റത്തില്ലടാ. അഡീഷണൽ വാങ്ങാം. മണി ദിവസല്ലേ? അപ്പൊ ഈ വർഷത്തെ ക്രിസ്മസ് കഴിഞ്ഞു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. കേട്ടാ, ഹാപ്പി ക്രിസ്മസ്. സന്തോഷമായിട്ടിരിക്കും. കിടിലൻ ക്രിസ്മസ് ആയിരിക്കും. അനൂപ് നാരായണൻ ബ്രോ താങ്ക് യു സോ മച്ച് 100 rupees. അണ്ണ ടെൽ മി യുവർ ഫേവറേറ്റ് ആൻഡ് വേഴ്സ്റ്റ് മെമ്മറി ഓഫ് ദിസ് ഇയർ. ഫേവറേറ്റ് മെമ്മറി എന്ന് പറയണത് കല്യാണം, എന്തൊക്കെ പറഞ്ഞാലും. വേഴ്സ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞാല് അതും കല്യാണം. അങ്ങനല്ല. വേഴ്സ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞ ഈ വട്ടത്തെ വേഴ്സ്റ്റ് മെമ്മറി അതെ, എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം തന്നെ ഞാൻ ആ കിക്കിൻ്റെ എഗ്രിമെൻ്റ് കൊണ്ട് കളഞ്ഞത്. അതെനിക്ക് ഭയങ്കര, അത് ഞാൻ കാരണം അവരെയും കൂടെ ബാധിച്ച്. അതായത് റിബലിൻ്റെയും ഡ്രീമറിൻ്റെയും എല്ലാവരുടെയും എഗ്രിമെൻറ്റ് ഞാൻ കാരണം കൂടെ ഇതായപ്പോഴത്തേക്കിന് അതെനിക്ക് ഭയങ്കര ഒരു ശോകമായ ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഒരാളെ ഞാൻ ഒരിക്കലും അത് കാണിക്കാൻ പാടില്ലായിരുന്നു, വേറൊരാളെ എഗ്രിമെൻറ്റ്. അത് ഞാൻ കാണിച്ചപ്പോഴത്തേക്കിന് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വന്നത് എനിക്ക് മാത്രമായിട്ടായിരുന്നെങ്കിൽ പിന്നെയും ഞാൻ ഓക്കെ ആയിരുന്നേനെ. പക്ഷേ അവർക്കും കൂടെ ആ എഗ്രിമെൻ്റ് ഇല്ലാതായി പോയത് എനിക്ക് ഭയങ്കര ഒരു ശോകം, ഒരു ഇതായിപ്പോയതാണ്. അയ്യോ, അതിപ്പോൾ എന്നെ ഓർമ്മിപ്പിക്കണ്ടായിരുന്നു. അനൂപ് നാരായണൻ ബ്രോ താങ്ക് യു സോ മച്ച്. അർജുൻ അശോക് ബ്രോ താങ്ക് യു. കല്യാണം കഴിഞ്ഞ വർഷമല്ലായിരുന്നോ നിന്റെ? 2023 ആയിരുന്നു കല്യാണം. 23 ആയിരുന്നു കല്യാണം. 2024 പിന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെന്റ് കുഞ്ഞാവ അവള് പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞതാണ്. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതായിരുന്നു എൻ്റെ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷം 2024. അണ്ണാ ഏറ്റുമാനൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അർജുൻ അശോക് ബ്രോ ഇല്ല. ഗെയിം ഓൺ ഡ്യൂട്ട് ബ്രോ താങ്ക് യു സോ മച്ച് 100. അണ്ണാ ഞാനൊരു ന്യൂ വ്യൂവറാണ്. ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അവൾ ബ്രേക്കപ്പ് കഴിഞ്ഞ് ഡിപ്രഷൻ നെയിം നന്ദന. ഒരു മോട്ടിവേഷൻ കൊടുക്കുക, അവൾക്ക് ഹെൽപ്ഫുൾ ആയതിന്. നന്ദന, ബ്രേക്കപ്പ് ഡിപ്രഷനൊക്കെ ഏറ്റവും ചെറുതാണെന്ന് നിനക്ക് ഇവിടെ ഒരു 2-3 ദിവസം ലൈവ് കാണാൻ വന്നാൽ മനസ്സിലാവും. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അതിലും വലിയ പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്ന് ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് ഒരു വീട്ടിലത്തെ കടമൊക്കെ എടുത്തൊന്ന് തോളത്ത് വെച്ച് ഒരു 10 ദിവസം ജീവിച്ചാൽ തന്നെ മനസ്സിലാവും ഡിപ്രഷൻ ഒന്നും അല്ല, ഈ ബ്രേക്കപ്പ് ഡിപ്രഷൻ ഒന്നും അല്ലെന്ന്.
ഈസി. അതെ, അല്ല ഇപ്പൊ വീട്ടിൽ കുടുംബം നോക്കുന്ന നന്ദന അല്ലെങ്കിൽ ജസ്റ്റ് അച്ഛനോട് അമ്മയോട് ചോദിക്കുക, അച്ഛൻ അമ്മ നമുക്ക് എന്തോരം ഫിനാൻഷ്യൽ ലൈബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ അച്ഛനും അമ്മയും ലിസ്റ്റായിട്ട് പറയും. എത്രയൊക്കെ പറഞ്ഞില്ലെങ്കിലും അതൊന്നും എടുത്ത് തോളത്ത് വെച്ചൊരു 10 ദിവസം മൂവ് ഓൺ ചെയ്ത് നോക്ക്. ഈ ബ്രേക്കപ്പ് ഒന്നുമല്ല, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി അവരെ സമാധാനിപ്പിച്ചിരുത്താനുള്ളൊരു തോന്നലൊക്കെ തോന്നും. ഓക്കെ, അത്രേ ഉള്ളൂ. അണ്ണാ യു സേവ്ഡ് മീ ഫ്രം സൂയിസൈഡ് ഇൻ ഫെബ്രുവരി ദിസ് ഇയർ, ഓർമ്മയുണ്ടോ? അയ്യോ അനിമികൈ ബ്രോ, എടാ എനിക്ക് പയ്യനെ അറിയാം കേട്ടാ. എൻ്റെ അമ്മോ, എടാ അനിമികൈ നീ ഓക്കെ അല്ലേ? സന്തോഷമായിട്ടിരിക്കുക കേട്ടാ, ഹാപ്പി ആയിട്ടിരിക്കേ. ഇല്ലടാ, അത് കുറച്ച് ഡാർക്കാണത്. യോക്കോ ഗെയിമിംഗ് ബ്രോ, വെൽക്കം ടു സ്ട്രീം, താങ്ക് യു സോ മച്ച്, 1000 rupees സൂപ്പർ ചാറ്റ്. Anime guy 17. Now I told my parents everything and got sorted. അത്രേ ഉള്ളൂ. അയ്യോ അവൻ്റെ കാര്യം കുറച്ച് സീനായിരുന്നു. അതാ നീ ഹാപ്പി ആയെന്ന് അറിഞ്ഞതിൽ, പേരൻസിനോട് സംസാരിച്ചെന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമാടാ. സന്തോഷം, നന്നായിട്ട് പോട്ടെ അങ്ങനെ തന്നെ. അണ്ണാ അതെൻ്റെ ഫേവറേറ്റ് കപ്പാണ്. അതിൽ അണ്ണൻ്റെ പിക്കുണ്ടായിരുന്നെന്ന്. നവീൻ കുമാർ ചന്തി കഴിവുന്ന കപ്പിൽ എൻ്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ നോക്കി അവൻ. എന്തല്ലേ ഒരു ആൾക്കാര് സാധനം മുറിഞ്ഞു പോണേ ഇവന്റെ, പിന്നെ മുറിഞ്ഞു പോട്ടെ അവന്റെ, മുറിഞ്ഞ് കോൺസ്റ്റിപ്പേഷൻ വരട്ടെ. അതെ, നോർമൽ ബിസ്ക്കറ്റ്. ഇതെന്താണ്? പാർലേജി ഹാപ്പി അതെന്താ? 100 gram of serving of Parle Happy Choco Chip biscuit contains 488 calorie, carbohydrate 72, protein 52, fat 20, total sugar. അണ്ണാ മെമ്പർഷിപ്പിന്റെ മിസ്റ്റർ ബീസ്റ്റിന്റെ പുതിയ വീഡിയോ കണ്ടോ? എന്റെ അമ്മോ, ഞാനത് കണ്ടു. മിസ്റ്റർ ബീസ്റ്റിന്റെ പുതിയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പോയി കാണണേ. എൻ്റെ ലൈവ് കാണുന്നവരൊക്കെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒക്കെ ഞാൻ പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പുള്ളിയൊക്കെ എല്ലാവർക്കും അറിയാം. ഗൈസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത്രയും പ്രൊഡക്ഷൻ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ, എടാ ലോകത്തൊരു ഷോ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. എൻ്റെ അമ്മോ, ഇജാതി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര സാധനം. ഞാൻ അടുത്ത എപ്പിസോഡിന് വെയിറ്റ് ചെയ്തിരിക്കുവാ ഞാൻ. അണ്ണാ എനിക്ക് സുഖമാണോ? അണ്ണന് സുഖമാണോ? ആൽവിൻ കെറ്റിയാറിന് സുഖം. താങ്ക് യു സോ മച്ച് ഫോർ ദ 2.49. അതൊരു സാധനമാണ്. എടാ അവൻ എത്ര കോടിയാണ് കിട്ടുന്നതെന്ന് നിനക്കറിയാം. ഞാൻ ആ ഇവന്റ് ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്തിട്ട് അതിനകത്ത് അവൻ ആ വീഡിയോക്ക് അവൻ എത്ര രൂപ മേടിച്ചിട്ടുണ്ടാവും. എൻ്റെ അമ്മോ, ഒന്നും പറയല്ല. വേറെ ആരോടുണ്ട് കൈസ്, ആ വീഡിയോ റിയാക്ട് ചെയ്യുന്നവർക്ക് പൈസയുണ്ട്. ആ വീഡിയോ റിയാക്ട് ചെയ്യുന്നവർക്ക് $10,000 എന്തോ ആണ്. എന്താ സെലക്റ്റീവ് ആയിട്ട് തെരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക്. നമുക്ക് വെറുതെ നമുക്ക് പ്ലേ നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ കണ്ടോണ്ടിരുന്ന് ചിരിച്ചോണ്ടിരിക്കാൻ കേട്ടാ. മിസ്റ്റർ ബീസ്റ്റ് വന്ന് $10,000 അയക്കണേ. കണ്ണാപ്പി അപ്പൊ തന്നെ ലൈവ് ഇൻ ചെയ്തിട്ട് നമ്മള് കണ്ണാപ്പിയായിട്ട് ബാങ്കോക്കിൽ പോകും. $8,40,000 വരും. 8 ലക്ഷം. അരുൺ അപ്പൊ ബ്രേക്കപ്പ് എന്ത് മേടിച്ച എഗ് പഫിൽ മുട്ട എല്ലാം ഇല്ല എന്ന് അറിയുമ്പോന്നോ? ബ്രേക്കപ്പ് എന്ത് മേടിച്ച എഗ് പഫ്സിൽ മുട്ടയില്ലെന്ന് അറിയുമ്പോ അയ്യോ അതൊരു വല്ലാത്ത വിഷമമാണ്. മുട്ട ഇല്ലാത്ത പോലെ ഒരു വിഷമം. ഉണ്ട് ചോക്കി, എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുട്ട പപ്സി മുട്ട ഇല്ലാത്ത വിഷമം നമ്മുടെ കൊട്ട പോയാ പോലെ വരൂല. അതുപോലെ സത്യം പറയാലോ, അതൊരു വല്ലാത്ത വിഷമമാണത്. ആ കപ്പ് എന്റെ ഉണ്ട്, അണ്ണന്റെ പിക്ക് ഉണ്ട്, അതാ എടുത്തേന്ന്. മിഥുൻ 40 രൂപ. എന്റെ ഫോട്ടോ ഉണ്ട്, അതുകൊണ്ടാണ് എടുത്തേന്ന്. കിയ കാറിൽ സ്റ്റിക്കർ എനിക്കും അടിക്കണം, എത്ര രൂപയാകും? അൻഷാദയൻ ബ്രോ, ഞാൻ ഒട്ടിച്ചേക്കുന്ന കിയയുടെ ആ സ്റ്റിക്കറിന് ഞാൻ ആ ഡിസൈൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്. ആ ഡിസൈനിനൊരു 20,000 രൂപയായി. ലേയസ് റാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ചാനലുണ്ട്, പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ആ ഡിസൈൻ മേടിച്ചത്. ആ ഡിസൈനിനൊരു 20,000 രൂപയായി. പിന്നെ ആ ഡിസൈൻ പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കാൻ എല്ലാം കൂടി ഒരു 35,000 രൂപയായി. എല്ലാം കൂടെ ഒരു 55,000 രൂപയായി ആ വണ്ടിയുടെ സ്റ്റിക്കർ ഒട്ടിക്കാൻ. കാരണം തമിഴ്നാട്ടിൽ അണ്ണൻ്റെ ഫേസ് യൂസ് ചെയ്യുന്നത് ഞാൻ ഉള്ളിയെന്നോ? നവീൻ കുമാർ
അൺയൂഷ്വൽ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ ഈഗിൾ ഗെയിമിംഗ്. അതെന്താ എല്ലാവർക്കും എനിക്ക് വന്ന നോട്ടിഫിക്കേഷൻ? എന്തിനാണ് അൺയൂഷ്വൽ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ ഈഗിൾ ഗെയിമിംഗ്, റിവ്യൂ ദി അലർട്ട്. ഇതെന്താ? ആരാ ജോയിൻ ചെയ്തമ്മ? ഇതെന്താ? പോസ്റ്റ് ഇൻവൈറ്റ്സ്. ഇല്ല, അത് ഇൻവൈറ്റ് ചെയ്തതിന്റെ ആയിരിക്കും. കുഴപ്പമില്ല കിടന്നോട്ടെ. തൂക്കി കൊണ്ടുപോയെന്ന് കേട്ടാ, സത്യം. ലൈക്ക് അടിക്കണേ. Yoda, വുമൺ, Yasmin, വുമൺ, Yogi, വുമൺ, and Yoshi. വുമൺ. محبوب قمر الدين بديازة، خالد كشميري، خضر كرويته، إسماعيل أحمد كنواوي. ഇതൊക്കെ ഈഗിള് ഞങ്ങളൊക്കെ അടൂര് കാരണം കേട്ടോ. വൺ ഡേ ഞാൻ വിളിക്കും, കണ്ണനും ഈഗിളും വരണം. KCW എന്ന് സെർച്ച് ചെയ്ത് നോക്കണേ, പിള്ളേർക്ക് അറിയാത്ത ഒത്തിരി കഥയുണ്ടെന്ന്. KCW അതെന്താ? അഗസ്തി ശിവ ബ്രോ, താങ്ക് യു സോ മച്ച്. 25 റുപ്പീസ് ഒപ്പിച്ചാൽ. അണ്ണാ ഞാൻ മലപ്പുറം മഞ്ചേരി മലപ്പുറം മഞ്ചേരി എന്നാ വന്ന 2 സാലി ബ്രോ. ഞാൻ മഞ്ചേരിയിലൊക്കെ വന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ. I am making a fake product to see if influencers will promote it, and the result is shocking. ഇത് കണ്ടോ കണ്ണാ? എന്താ മനസ്സിലായി? ഒന്നും മിണ്ടല്ലേ. I am making a fake product to see if influencers will promote it. ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കി. And the result is shocking. First, I searched for male beauty influencers to promote this. My weirdo beard oil, which even has my photo on it. So I quickly take some photos and use the InsMind photo editor to create studio-like images. I simply upload photos and remove the background in one click. Then use AI background tool to create professional product photos and upload them on our website, which is completely blank. Finally, I sent email to 10 influencers with the website link, and even my email says don't trust me. After 2 days, അയ്യോ, ആ ഇമെയിൽ ഐഡി ആരെങ്കിലും കണ്ട? ഡോണ്ട് ട്രസ്റ്റ് മീ പ്ലീസ് ബ്രോ @gmail.com എന്ന് തള്ളേ. After 2 days, 3 creators reply back and one asks for എത്രയാണ്? 10,000 രൂപ. 10,000 rupees for the promotion. So after taking a deep breath, I pay him 10,000 and he sends this. First I trim my beard, and then I use weirdo beard oil to make it look sharper, soft. And with that, he carelessly promoted a fake product with so many red flags. Proving that an influencer without responsibility is just noise with followers. പോലീസ് ആണല്ലേ? എടാ ഇത് ഗൈസ്, നിങ്ങളാണെങ്കിലും ഞാൻ പറയാം, നാളെ ഒരു എന്തെങ്കിലും നിങ്ങളൊരു ക്രിയേറ്ററൊക്കെ ആവുകയാണെങ്കിൽ വെറുതെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാരി തേക്കരുത്. ഞാൻ ഇപ്പോഴല്ലേ ഇങ്ങനെ മേടിച്ച് പ്രൊമോട്ട് ചെയ്യരുത് പൈസ ഇട്ടെന്ന് പറഞ്ഞ്. നിങ്ങളോടുള്ള ട്രസ്റ്റേ പോവും സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാനിപ്പം നാളെ വന്നിട്ട് ഞാനൊരു ബിയേർഡ് ഓയിലിൻ്റെ പരസ്യം ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരും. ഞാൻ ഡെയിലി ഷേവ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വരാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വസിക്കുമോ? തൂറി എറിയോന്ന് അറിയാം എന്നെ, എനിക്ക് ഉറപ്പായിട്ടും. കൺഫേം അല്ലേ? മിസ്റ്റർ ഹോസ്റ്റ് ബോസ് ചാനൽ നോക്ക്, ടെക് ബിഹൈൻഡ് മിസ്റ്റർ ബീസ്. അക്ഷയ് ബ്രോ, ഞാൻ ഹോസ്റ്റ് ബോസിന്റെ ഒക്കെ ബിഗ്ഗസ്റ്റ് ഫാനാണ്. ആ വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴേ കണ്ട്. വിനീതേട്ടൻ റിപ്ലൈ തന്ന അണ്ണനെ കാണാൻ ഞാൻ വരും. ഇറ്റാച്ചി അത്രേ ഉള്ളൂ ബ്രോ, അത്രേ ഉള്ളൂ. ന്യൂ ട്രാക്ക്. ഇത് നമ്മുടെ മറ്റേ അമ്പലത്തിലൊക്കെ ഇടുന്ന പാട്ടല്ലേ ഇത്? ഇത് പണ്ടത്തെ ന്യൂ ട്രാക്ക് എന്നല്ലേ? സത്യം പറഞ്ഞാൽ ഈ സൈഡ് ട്രാൻസിലൊക്കെ വരുന്നതെല്ലാം പഴയ ഹിന്ദു മിത്തോളജി മറ്റേ സാധനങ്ങളല്ലേ എല്ലാം വരുന്നേ. ആ അതില് വലിയ ഇതെന്താ SRR vs TV? എന്താ നോക്കിട്ട് പറഞ്ഞടാ, ഒന്ന് നോക്കിട്ട്. അണ്ണാ ബാബുവിന്റെ ക്ലീനിങ് ആർപ്പിയും കരോളും എന്ന് വരും ബ്രോ. ബാബു ഇന്ന് അവൈലബിൾ അല്ല ബ്രോ. അഖിൽ ബ്രോ മിക്കവാറും നാളെ അല്ല മറ്റന്നാൾ ഉണ്ടാവും ഏതെങ്കിലും ഒരെണ്ണം. ഹോൾഡാണ്.
ഗൈസ് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്ക്. ഇത് ഞാൻ പറഞ്ഞ് മറിഞ്ഞു വീണ് ഇതെന്റെ തലയിലായതാ. ഇനി വീണ്ടും എന്റെ തലയിൽ വെച്ച് തരല്ലേ ഇതെങ്ങനെ റോഡിൽ കൂടെ കൊണ്ടുപോകും? ഇത്രയും വലുത് റോഡിൽ കൂടെ മറ്റേ ഇലക്ട്രിക് കമ്പിയിലൊന്നും അടിക്കൂലേ? ഇതിനേക്കാളും വലുതാണ് ചട്ടികുളങ്ങര കൊണ്ടുപോണത്. അന്ന് ബോബെ നീയും ഉണ്ടായിരുന്നു. ഞാൻ എന്റെ കുളം നീ എണ്ണി തുടങ്ങിക്കോ. അണ്ണാ ഇത് അണ്ണാ അടുത്ത പ്രാവശ്യം വരൂലേ? എവിടെ? അണ്ണ എന്റെ വീടിന്റെ അടുത്ത് ഏറ്റവും വലിയ ഉത്സവം ഇതാണ് കുംഭകർണി. നീ ഇതുവരെ എന്നെ വിളിച്ചിട്ടുണ്ടോ ഇതിന്? ഇല്ലല്ലോ. പിന്നെ നീ ഇപ്പൊ ട്രോള് കണ്ടപ്പോ നീ അണ്ണാ ഞാൻ പിന്നെ നിങ്ങളൊന്നും അണ്ണന്റെ ഒരു മണി തരുമോ? OLX ഇട്ട് വിൽക്കാനാ മണി ഇല്ലാത്തവൻ. പോടാ കൊണ്ടേ മണി തരാനില്ല. Mr. Speed, you are nominated for Streamer of the World. How are you feeling? And I'm feeling excited, man. Hey, I can't wait to see who about to win. The Streamer of the Year award goes to iFeel Speed. Streamer of the Year. This award is more to come. അണ്ണ പുള്ളിയുടെ ബാക്ക് ഫ്ലിപ്പ് ഉണ്ടല്ലോ ഭയങ്കര കിടിലോടാ, ഭയങ്കര അടിപൊളിയാണ്. അണ്ണനെ അടിക്കാൻ പഠിക്കണം ബാക്ക് ഫ്ലിപ്പ്. ഞാൻ ബാക്ക് ഫ്ലിപ്പ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ലൈവിൽ തന്നെ അറ്റാക്ക് ഒന്ന് വീഴോടാ. ഞാൻ ഇടയ്ക്കുന്ന അടിച്ചായിരുന്നു, തലടിച്ചു വീണ്. സോൾവർ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 10 pound. അണ്ണാ ഇപ്പൊ എന്താ BGMA കളിക്കാത്ത? BGMA കളിക്കാൻ വന്നപ്പോ അന്ന് സായിപ്പിന്റെ ഒക്കെ കുറച്ച് അവിടുത്തെ ഉള്ളവന്മാരുടെ കുറച്ച് ചൊറി എനിക്കങ്ങ് മൈൻഡ് ഫക്ക് ആയി ബ്രോ. ഞാൻ കാരണം അവരുടെ ഇതാവുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അങ്ങനെ നിർത്തി. കണ്ണാപ്പി നമുക്ക് BGMA സ്ക്വാഡ് ഉണ്ടാക്കിയാലോടാ. ഓ അണ്ണാ നമുക്ക് BGMA സ്ക്വാഡ് ഉണ്ടാക്കി. അത് പറഞ്ഞല്ലേ നോക്ക്. ഞാൻ വിപിൻ ദാസ് ബ്രോ ഞാൻ പറയാം എടാ വിനീതിനൊന്ന് മെസ്സേജ് വിപിൻ ദാസ് ബ്രോയുടെ മെസ്സേജ് ഒന്ന് നോക്കാൻ. വിപിൻ ദാസ് നോക്കി പഠിച്ച് എടാ സിറ്റുവേഷൻ എന്താ നോക്കിയോ? ആനന്ദ് ബ്രോ 200 rupees സൂപ്പർ ചാറ്റ്. ഈ ബ്രേക്കപ്പ് അണ്ടി എന്ന് പറഞ്ഞ് ചാവാൻ നിൽക്കുന്നതിനോടൊക്കെ ആക്സിഡന്റ് പറ്റി 5 മാസം എണ്ണിക്കാൻ പറ്റാഞ്ഞപ്പോ പ്രേമിച്ച പെണ്ണും പറയൊന്നും ഇല്ലായിരുന്നു. എന്റെ തീട്ടവും മൂത്രം കോരാൻ കൂടെ നിന്നത് എന്റെ അമ്മ മാത്രമാണ്. ആനന്ദ് ബ്രോ അയ്യോ അത്രേ ഉള്ളു. ഒറ്റ ഡയലോഗില് നിങ്ങൾക്ക് ഇതിലും വലിയൊരു മോട്ടിവേഷൻ കിട്ടാനില്ല. ആനന്ദ് ബ്രോ പറഞ്ഞതിന്റെ അപ്പുറത്തോട്ട് ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ആർക്കും എനിക്ക് തരാനില്ല. വേറെ ഏതോ അടി ഇത് അലിമി ലൈവിൽ വേറെ ഏതോ അടി വേറെ ആരോ. നമുക്ക് പക്ഷെ വണ്ടിയില്ല കേട്ടോ. നമുക്ക് വണ്ടിയില്ലേ, നമുക്ക് കോമൺ വണ്ടി ഇല്ല. ഇന്ന് വാറെടുക്കണ്ട, ഇന്ന് വാറെടുക്കാൻ പറ്റൂല. നമുക്ക് മറ്റേ കോമൺ വണ്ടി വെച്ച് കളിക്കണമെന്നാ പറഞ്ഞേക്കുന്നേ. നമുക്ക് വണ്ടിയില്ല, നമുക്ക് വണ്ടിയില്ല. വണ്ടിയില്ലാതെ കളിക്കുന്നത് വാറ കളിക്കുന്ന പോണത് മണ്ടത്തരവാ. അല്ല ഇത് രായനെ കൊല്ലുവെല്ലാം ചെയ്തോ? ഇത് എവിടെ സിറ്റുവേഷൻ? എവിടെ? ഗ്രൂപ്പിലൊന്നും പറയുന്നില്ലല്ലോ. ഗ്രൂപ്പിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ കണ്ണപ്പെടുത്ത ആരാ പറഞ്ഞ രായനെ അടിച്ചറിഞ്ഞെന്ന്? നമ്മള് കണ്ട് ഇവിടെ ചാറ്റി പറഞ്ഞ കണ്ടോണ്ടാണ് ഞാൻ അറിയുന്ന നമ്മള് ഹേന വീണ്ടും പോയപ്പോ 2 വണ്ടിക്കും കൊളീഷൻ ഉണ്ട് ബ്രോ. അത് മാറ്റി എടുക്കണമെന്നാണ് അവര് പറയണത്. അത് മാറ്റിയിട്ട് സബ്മിറ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. 2 വണ്ടിയും നമ്മുടെ പോയി. ഇതെവിടെ? അണ്ണാ സാഹിബിനെ വിളിക്കുക ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സോൾവ് ബ്രോ 5 pound. താങ്ക് യു സോ മച്ച് ബ്രോ. ഞാൻ ഇപ്പം കളിച്ചോണ്ടിരിക്കല്ലേ. BGMA സ്ക്വാഡിൽ എന്നെ ഉൾപ്പെടുത്താവോ? മോയെ അൻഷാദ് ബ്രോ. അയ്യോ ബ്രോ ഞാൻ ചുമ്മാ പറഞ്ഞ BGMA ഒന്നും ഞങ്ങൾ കളിക്കാറില്ല. ചന്ദ്രനും ബാബു ഈഗിളെണ്ണ TVMൽ ഒന്ന് കാണാൻ ജസ്റ്റ് ഒന്ന് കാണാൻ ഞാനും വരും. കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. യു ആൻഡ് ഗ്യാങ് ഈസ് പൊളി സാധനം. കാർത്തിക് രത്നം ബ്രോ താങ്ക് യു സോ മച്ച്. അത് 100. ബാക്ക് അടിച്ച് നോക്കണ. ബാക്ക് അടിക്കാൻ എവിടെ വരെ ബാക്ക് അടിക്കണം? ഇത് എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ലാതെ എങ്ങനെയാണ് ഗൈസ്? ടൈം സ്റ്റാമ്പ് വല്ലതും പറയുമോ? എത്ര മണിക്കൂർ മുമ്പാണെന്ന്? 8 മിനിറ്റ് ബാക്ക് അടിക്കുന്നോ?
ഞാൻ സെറ്റി കയറട്ടെ എന്നെ കയറപ്പോ ബെല്ലാരി ആയിട്ടുള്ള സീനാണോന്ന് അറിഞ്ഞൂടാ കേട്ടാ. രായനെ ഒരേപോലെ ജീവിച്ചിടാട്ടാ. ബോസേ ഏട്ടാ. ഹലോ 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 രണ്ടുപേരും ജീവി അടിക്കും. ഇത് ഞാൻ പ്രതീക്ഷിച്ച കാര്യമാണ്. കാരണം എന്താണെന്നറിയാവോ, ഇന്ന് ബെല്ലാരി വേഴ്സസ് വീഡിയോ വന്നു. അതിന്റെ കൂടെ നമ്മൾ ഇത് റിയാക്ട് ചെയ്തു. ഇപ്പൊ കേക്കുന്നില്ലേ? ഹലോ കേക്കുന്നില്ലേ? ഹലോ ഹലോ എടാ കേക്കോ? ഹലോ അണ്ണാ കേക്കാം അണ്ണാ. ഹലോ എടാ എന്റെ ബഗ്ഗായി. ഹലോ കേക്കോ? ഹലോ കേക്കോ? കേക്കോ? കേക്കാം എടാ കേക്കുന്നുണ്ടോ? കുഞ്ഞു കളിക്കല്ലേ, പറ. കേക്കുന്നുണ്ടോ? നമുക്ക് കേക്കാം. അല്ല ഇതിപ്പോ ഞാൻ ഇത് ഞാനിപ്പോ പറയാം. അതിനകത്ത് കുറെ തന്തയില്ലാത്ത കഴിവന്മാരുണ്ട്. മറ്റേ എന്തൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാലും മറ്റേ റിവലറി മാത്രം വെച്ചിരിക്കണ കുറച്ച് അവന്മാരുണ്ട്. പറയാതിരിക്കാൻ വയ്യ എനിക്ക്. കുറച്ച് കൊച്ചുകുണ്ണുകളുണ്ട്. അല്ല, സ്റ്റീഫൻ ബ്രോ അടുത്തൊക്കെ പലവട്ടം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എന്നിട്ടും കണ്ടില്ലേ ഗൈസ്, അഡ്മിൻസിനെ താങ്ങി മുമ്പ് ഈ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കി ഇവന്മാർക്ക് ഇത്ര ഫ്രസ്ട്രേഷനാ. ഇന്ന് ആ വീഡിയോ ബെല്ലാരി വേഴ്സസ് അതിന്റെ വീഡിയോ ഇട്ടതും നമ്മളിത് റിയാക്ട് ചെയ്തതുമാണ് ഇവന്മാർക്ക് ഇപ്പൊ ചൊറി. അതിനകത്ത് കയറിയേക്കുന്ന പല ഗ്യാങ്ങിൽ നിന്ന് വന്ന കുറേ വാണപ്പന്മാരുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ എനിക്ക്. അമ്മ അതിൽ കുറേ വാണങ്ങൾ അതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അയ്യോ, ഇതിപ്പോ ബെല്ലാരിയായിട്ടുള്ള സിറ്റുവേഷനിൽ രായനെ ഇതാക്കിയതായിരിക്കും കേസ്. എനിക്ക് അറിഞ്ഞുകൂടാ. സിറ്റിയില് സിറ്റുവേഷൻ ഒന്ന് ചോദിച്ചേടാ, ഒന്ന് കേറണോന്ന്. ഇതിപ്പോ സിറ്റുവേഷൻ ആയെന്നൊന്ന് നോക്കട്ടെ. വണ്ടി ഇല്ല ഗൈസ്, മെയിൻ ആയിട്ട് അതാണ് സീൻ. വണ്ടി ഇല്ലാതെ നമ്മൾ ഈ കോമൺ വണ്ടി ആയിട്ട് പോയിട്ട് ഫൈറ്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഡിസഡ്വാൻറ്റേജ് ദോഷമാണ്. നമുക്ക് ജസ്റ്റ് സിറ്റിയിലൊന്ന് കയറിയാലോ? ഹലോ എടാ എന്റെ നെറ്റ് പോയോ? ഹലോ റേഞ്ച് ഇല്ലായിരിക്കും. എന്താ കേബിൾ അല്ലേടാ? ഇനിയും കൊറേ ദിവസമൊക്കെ ആ വണ്ടിയാന്നാണ് പറഞ്ഞത്. എന്റെ നെറ്റ് പോയോ? എടാ എന്റെ നെറ്റ് എന്തെങ്കിലും സീനുണ്ടോ? സീനുണ്ടോ? ഹലോ ലൈവില് ഇങ്ങനെ തന്നെയാണോ? ഹലോ അണ്ണ ഡിസ്ക് മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ട് ഇതാക്കോ. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ എന്റെ? എടാ ഒന്ന് വെയിറ്റ് ചെയ്യടാ രഘുലേ. ഹലോ 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 ഇപ്പൊ ഓക്കെയാണോ? ഇപ്പൊ ഓക്കെയാണോ സൗണ്ട്? എടാ നമുക്കൊന്ന് സിറ്റിയിൽ കേറിട്ട് വരാം. എന്നാ വെയിറ്റ് ചെയ്യുന്നു. കണ്ടിട്ട് കേറായിരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ബിറ്റ് റേറ്റ് എന്താ കൂടി കിടക്കാം. എന്നാ കേറാം.